ഡോക്ടർ റെഡി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ സർ. 98 പേരായി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഫെയിലിയറിനെ പറ്റിയുള്ള ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വാൽവുലാർ ഡിസീസസിനെ പറ്റിയും കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസിനെ പറ്റിയും പഠിക്കാം. അപ്പൊ ഫസ്റ്റ് ഹാർട്ട് ഫെയിലിയർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ ഹാർട്ട് ഫെയിലിയർ ഡിസ്ക്രൈബ്സ് ദ ക്ലിനിക്കൽ സിൻഡ്രോം വെൻ ദ ഹാർട്ട് കനോട്ട് മെയിൻറ്റെയിൻ ദ അഡിക്വേറ്റ് ഔട്ട്പുട്ട്. അപ്പൊ പ്രോപ്പർ ഔട്ട്പുട്ട് ഇല്ല. നമ്മൾ കാർഡിയാക് ഔട്ട്പുട്ടിനെ പറ്റിയും കാർഡിയാക് സൈക്കിളിനെ പറ്റി എല്ലാം പഠിച്ചു. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നില്ല, സ്ട്രോക്ക് വോളിയം പുറത്തേക്ക് ഇജക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അതാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അതിന്റെ തന്നെ വേറൊരു ഡെഫിനേഷൻ പോലെ ഇവിടെ എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് എ പത്തോഫിസിയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ദ ഹാർട്ട് ആസ് എ പമ്പ് is unable to meet the metabolic requirement of the tissues for oxygen and substrates despite the venous return to the heart is either normal or increased. അപ്പൊ venous return എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? superior vena cava, inferior vena cava ഇത് രണ്ട് വഴി നമ്മുടെ ഹാർട്ടിലേക്ക്, അതായത് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നതാണ് വീനസ് റിട്ടേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് വീനസ് റിട്ടേൺ നടന്നാലും നമ്മുടെ ഹാർട്ടിന് പ്രോപ്പർ ആയിട്ട് കാർഡിയാക് ഔട്ട്പുട്ട്, അതായത് അയോർട്ട വഴി ലെഫ്റ്റ് വെൻട്രിക്കിൾ വഴി പ്രോപ്പർ ഇജക്ഷൻ നടക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ബോഡിയിലെ മറ്റ് പാർട്സിലേക്കുള്ള ബ്ലഡ് പ്രോപ്പർ ആയിട്ട് ഇജക്ഷൻ നടക്കുന്നില്ലെങ്കിൽ അവിടെ ഓക്സിജനും അങ്ങനത്തെ ഒരുപാട് റിക്വയർമെന്റുകൾ അവിടെ ഉണ്ടാവും, അതിന്റെയൊക്കെ ഡിമാൻഡ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇനി ആ ഹാർട്ട് ഫെയിലിയറിനെ പറ്റി പറയുമ്പോഴത്തേക്കും കുറച്ച് കീ കൺസെപ്റ്റ്സ് നമ്മൾ ഇവിടെ പഠിക്കണം. നമ്മൾ നേരത്തെ ഒന്ന് നോട്ട് ചെയ്ത് പോയ കാര്യം തന്നെയാണ്. അതായത് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുമാത്രം ബ്ലഡിനെയാണ് ഒരു ബീറ്റിന്റെ സമയത്ത് എന്തുമാത്രം ബ്ലഡിനെയാണ് നമ്മുടെ വെൻട്രിക്കിൾസ് ഇജക്ട് ചെയ്യുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് വോളിയം. അപ്പൊ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ബ്ലഡിനെയാണ് ഇജക്ട് ചെയ്യുന്നത്, അതാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ഇനി ഒരു മിനിറ്റിൽ നടക്കുന്ന കാര്യത്തിനെ വിളിക്കുന്ന പേരാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സ്ട്രോക്ക് വോളിയം ഇൻറ്റു നമ്പർ ഓഫ് ഹാർട്ട് ബീറ്റ്സിനെയാണല്ലോ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ ഇത്ര ബീറ്റുകളാണ് ഉണ്ടാവുന്നത്, അതാണ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അത് മൾട്ടിപ്ലൈഡ് ബൈ എത്രമാത്രം ബ്ലഡ് ആണ് ഒരു ബീറ്റിൽ ഇജക്ട് ചെയ്യപ്പെടുന്നത്, അതാണ് സ്ട്രോക്ക് വോളിയം. അത് ചെയ്യുമ്പോഴാണ് കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾസിൽ നിന്ന് ഒരു ബീറ്റിന്റെ സമയത്ത് പുറത്തോട്ട് ഇജക്ട് ചെയ്യുന്ന ബ്ലഡ് ആണ് സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയം ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് പ്രീലോഡ്, ആഫ്റ്റർ ലോഡ് ആൻഡ് മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. അപ്പൊ പ്രീലോഡ് എന്താണെന്ന് നേരത്തെ നമ്മളൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അതായത് വെൻട്രിക്കിൾസ് ഇങ്ങനെ ഡൈലേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഏട്രിയയിലെ മുഴുവൻ ബ്ലഡും വെൻട്രിക്കിൾസിൽ വന്ന് നിറയുന്നു. ആ നിറയുന്ന സമയത്ത് അത് എന്തിനു വേണ്ടി റെഡിയാണ്? പുറത്തേക്ക് ഇജക്ട് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പൊ ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കാണുന്ന വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് പ്രീലോഡ്. ഇജക്ഷന് തൊട്ട് മുന്നേ കാണുന്ന ആ ഒരു വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് പ്രീലോഡ്. ഇതിനെ എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറയാൻ കാരണം വെൻട്രിക്കിള് അത്രയും നേരം ഡയസ്റ്റോളിലായിരുന്നു, എന്ന് വെച്ചാൽ ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെൻട്രിക്കിളിന്റെ ഫില്ലിങ്ങിന്റെ ലാസ്റ്റിൽ ഉണ്ടായ വോളിയമാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. അതാണ് പ്രീലോഡ്. എന്ന് ആ വരുന്ന ബ്ലഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സ്ട്രോക്ക് വോളിയം. അതായത് സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ ഈ പ്രീലോഡ് ആയിട്ടിരിക്കുന്ന ബ്ലഡ് ഇജക്ട് ചെയ്യുന്നതാണല്ലോ സ്ട്രോക്ക് വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്ട്രോക്ക് വോളിയം ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രീലോഡ്. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ പ്രീലോഡ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇജക്ട് ചെയ്തതിന് ശേഷം റിമെയിൻ ചെയ്യുന്ന ബ്ലഡിനെ വിളിക്കുന്ന പേരാണ് ആഫ്റ്റർ ലോഡ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. അതായത് മയോകാർഡിയം പ്രോപ്പർ ആയിട്ട് കൺട്രാക്ട് ചെയ്താൽ മാത്രമേ ബ്ലഡിന്റെ പ്രോപ്പർ ഇജക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ സ്ട്രോക്ക് വോളിയത്തിന് ഈസ് ഡിറ്റർമൈൻഡ് ബൈ 3 ഫാക്ടേഴ്സ്: പ്രീലോഡ്, ആഫ്റ്റർ ലോഡ് ആൻഡ് മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. ഇനി എന്താണ് പ്രീലോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ബ്ലഡ് എന്ററിംഗ് ദ വെൻട്രിക്കിൾസ് അറ്റ് ദ എൻഡ് ഡയസ്റ്റോൾ. ഡയസ്റ്റോളിന്റെ എൻഡില് എന്തുമാത്രം ബ്ലഡ് ആണ് നമ്മുടെ വെൻട്രിക്കിൾസിൽ എൻ്റർ ചെയ്യുന്നത്, അതിനെയാണ് പ്രീലോഡ് എന്ന് പറയുന്നത്.
അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീനസ് റിട്ടേണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് വീനസ് റിട്ടേൺ നമ്മുടെ ഏട്രിയത്തിലേക്ക് വന്ന ബ്ലഡ് ഫില്ലിങ് നടക്കുമ്പോഴല്ലേ അത് പ്രോപ്പർ ആയിട്ട് ബാക്കി ഒരു സൈക്ലിക്കലായിട്ട് ആ പ്രോസസ്സ് നടക്കത്തുള്ളൂ. വീനസ് ബ്ലഡ് വന്ന് ഹാർട്ടിലേക്ക് നിറയുമ്പോൾ മാത്രമേ അത് പിന്നെ പ്യൂരിഫൈ ചെയ്ത് ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വന്ന് അത് അടുത്ത ഇജക്ഷന് റെഡി ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പം ഇതെല്ലാം വീനസ് റിട്ടേണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്രീലോഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ വീനസ് റിട്ടേൺ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഹാർട്ട് റേറ്റ്. സ്ട്രോക്ക് വോളിയം ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രീലോഡ്, ആഫ്റ്റർ ലോഡ് ആൻഡ് മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. പ്രീലോഡ് എന്താണെന്ന് അറിയാം, അതായത് വെൻട്രിക്കിളിന്റെ ഡയസ്റ്റോളിന്റെ എൻഡിൽ കാണുന്ന ബ്ലഡ് ആണ് പ്രീലോഡ്. ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ബ്ലഡ്, അതാണ് പ്രീലോഡ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ആഫ്റ്റർ ലോഡ്. ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ മെയിൻ ഒരു സെന്റൻസ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇജക്ട് ചെയ്തതിന് ശേഷമുള്ള ബ്ലഡ് ആണ്. ദാറ്റ് ഈസ് എ ഫോഴ്സ് നീഡഡ് ടു ഇജക്ട് ബ്ലഡ് ഇൻ ടു സർക്കുലേഷൻ. അപ്പൊ ഈ ഒരു സെന്റൻസ് അപ്പൊ നമ്മൾ സർക്കുലേഷനിലേക്ക് ആ ബ്ലഡ് ഇജക്ട് ചെയ്യുകയാണ്, ബാക്കി റിമെയിൻ ചെയ്യുന്ന ബ്ലഡിനെ വിളിക്കുന്ന പേരാണ് ആഫ്റ്റർ ലോഡ്. ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലിടാം. പിന്നെ ഇത് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടീരിയൽ BP, പൾമണറി ആർട്ടറി പ്രഷർ, വാൽവുലാർ ഡിസീസസ് ഇൻക്രീസസ് ആഫ്റ്റർ ലോഡ്. അപ്പൊ ഈ ഫാക്ടേഴ്സിനെയൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്തേക്ക് ഇജക്ട് ചെയ്യുകയാണ്, ഇജക്ട് ചെയ്തിട്ട് ബാക്കി കാണുന്നതാണല്ലോ നമ്മുടെ ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ വാൽവുലാർ ഡിസീസസ് ഇൻക്രീസസ് ആഫ്റ്റർ ലോഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വാൽവുലാർ ഡിസീസസ്. ഇപ്പൊ നമ്മുടെ സെമി ലൂണാർ വാൽവ്, സെമി ലൂണാർ വാൽവുകളാണല്ലോ അയോട്ടിക് വാൽവും പൾമണറി വാൽവ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ അയോട്ടിക് വാൽവ് എടുക്കാം. അയോട്ടിക് വാൽവിന് ഒരു സ്റ്റീനോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് പ്രോപ്പർ ആയിട്ട് ഇജക്ഷൻ നടക്കത്തില്ല. അപ്പൊ അത് സങ്കല്പിച്ചോണം. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിന് ശേഷം വരുന്നതാണ് അയോട്ട, അതിന്റെ ഇടയിൽ അയോട്ടിക് വാൽവ് കാണുന്നുണ്ട്. അപ്പോ ഇവിടെ അയോട്ടിക് സ്റ്റീനോസിസ് അഥവാ നാരോയിങ് ഉണ്ടാവുകയാണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോപ്പർ ആയിട്ട് അയോട്ടയിലേക്ക് ഇജക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ആഫ്റ്റർ ലോഡ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ സ്ട്രോക്ക് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സ്ട്രോക്ക് വോളിയം നല്ല രീതിയിൽ പുറത്തേക്ക് പോയിട്ടില്ല, അയോട്ടയിലേക്ക് പോയിട്ടില്ല, ആ ആഫ്റ്റർ ലോഡായിട്ട് തന്നെ ബൾക്കായിട്ട് കിടക്കുകയാണ്. അതാണ് ഈ വാൽവുലാർ ഡിസീസിന്റെ പ്രത്യേകത പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഹാർട്ട് ഫെയിലിയർ എന്താണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അപ്പൊ നമ്മുടെ ടിഷ്യൂസിനൊന്നും പ്രോപ്പർ ആയിട്ട് ഓക്സിജനും ബ്ലഡും ഒന്നും കിട്ടുന്നില്ല. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സ്ട്രോക്ക് വോളിയം, ഹാർട്ട് റേറ്റ്. സ്ട്രോക്ക് വോളിയത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രീലോഡ്, ആഫ്റ്റർ ലോഡ്, മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇജക്ഷൻ ഫ്രാക്ഷൻ എന്താണെന്ന്. ഇജക്ഷൻ ഫ്രാക്ഷൻ ഇവിടെ കുറച്ച് മാത്തമാറ്റിക്സിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇജക്ഷൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുമാത്രം പെർസെന്റേജ് ഓഫ് ബ്ലഡ് നമ്മുടെ ചേംബേഴ്സിൽ നിന്ന്, വെൻട്രിക്കിൾസിൽ നിന്ന് പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ. ആൻഡ് ഇജക്ഷൻ ഫ്രാക്ഷൻ ഈസ് എ പെർസെന്റേജ് ഓഫ് ദ ബ്ലഡ് within the chamber that is pumped out with every heartbeat. ഓരോ ഹാർട്ട് ബീറ്റിന്റെ സമയത്തും പുറത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത് എന്തുമാത്രം ബ്ലഡ് ആണോ അതിന്റെ പെർസെന്റേജിനെ വിളിക്കുന്ന പേരാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ. അപ്പം എന്തുമാത്രം ബ്ലഡ് ആണോ വെൻട്രിക്കിൾസിൽ നിന്ന് ഗ്രേറ്റ് വെസൽസിലേക്ക് നമ്മൾ ഇജക്ട് ചെയ്യുന്നത്, അതിന്റെ ഫ്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ. ഇനി ഇജക്ഷൻ ഫ്രാക്ഷൻ ഒരു നോർമൽ റേഞ്ച് ഉണ്ട്. അതെന്ന് പറയുന്നത് 50 to 70% ആണ് ഇജക്ഷൻ ഫ്രാക്ഷന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. നോർമൽ റേഞ്ച് ഓഫ് ഇജക്ഷൻ ഫ്രാക്ഷൻ ഈസ് 50 to 70%. Typically, the left ventricle is filled with approximately 100 ml of the blood. ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഏകദേശ കണക്കാണ് എഴുതിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ സംഭവം തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് 100ന് പകരം 110 എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ആ ഒരു വോളിയം ഏകദേശം 100 to 110 ആ ഒരു റേഞ്ചിലായിരിക്കും വന്ന് നിറയുന്നത്. അപ്പൊ ടിപ്പിക്കലി ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് ഫിൽഡ്, ഇതിപ്പോ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞേക്കാണ് ഒരു നമ്പർ. അപ്പം typically the left ventricle is filled with 100 ml of the blood. ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ അകത്ത് എന്തുമാത്രം ബ്ലഡ് ഉണ്ട്, 100 ml ഓഫ് ബ്ലഡ് വന്ന് നിറഞ്ഞിരിക്കുന്നു. ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് 100 ml ഓഫ് ബ്ലഡ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ അകത്ത് നിന്ന് 60 ml മാത്രമേ പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. 60 ml മാത്രമേ പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ 100 ml ബ്ലഡ് വന്ന് നിറയുന്നതിൽ നിന്ന് 60 ml മാത്രം പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നു. ഈ 60 ml വിളിക്കുന്ന പേരാണ്
സ്ട്രോക്ക് വോളിയം. അപ്പൊ അത് മനസ്സിലാക്കുക, വെൻട്രിക്കിൾസ് പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്ന ബ്ലഡ് ആണ് സ്ട്രോക്ക് വോളിയം. അപ്പൊ 60 ml ഇജക്ട് ചെയ്തു, ബാക്കിയുള്ള ആ ഒരു 40 ml എന്ന് പറയുന്നതാണ് നമ്മുടെ ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞ് വെൻട്രിക്കിൾസിനുള്ളിൽ കിടക്കുന്നത്. അപ്പൊ 60 ml നമ്മൾ പുറത്തേക്ക് ഇജക്ട് ചെയ്തു. അപ്പോൾ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇജക്ട് ചെയ്ത ബ്ലഡ് ഡിവൈഡഡ് ബൈ ഫിൽഡ് ബ്ലഡ്. എന്തുമാത്രം ബ്ലഡ് ഫില്ല് ചെയ്തിട്ടുണ്ടോ അത് താഴെ വരും, അതിന്റെ മുകളിൽ വരുന്നത് ഇജക്ട് ചെയ്യപ്പെട്ട ബ്ലഡ്. അപ്പം 60 ഡിവൈഡഡ് ബൈ 100 എന്ന് വരുമ്പം 60% വന്നു. അപ്പൊ 60% എന്ന് പറഞ്ഞാൽ ഈ നോർമൽ റേഞ്ചിന്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. 50 to 70 ഇടയ്ക്കാണല്ലോ 60 വന്നേക്കുന്നത്. അപ്പൊ ഇതൊരു നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ടിപ്പിക്കലി ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് ഫിൽഡ് വിത്ത് 100 ml ഓഫ് ദ ബ്ലഡ്. ഇതിൽ നിന്ന് 60 ml മാത്രമേ ഇജക്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ആദ്യം തന്നെ കാർഡിയാക് സൈക്കിളിൽ പറഞ്ഞായിരുന്നു, കംപ്ലീറ്റ് വോളിയവും ഇജക്ട് ചെയ്യപ്പെടുന്നില്ല, ഒരു ഫ്രാക്ഷൻ അതിൻ്റെ അകത്ത് റിമെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇജക്ഷൻ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇജക്റ്റഡ് ബ്ലഡ് ഡിവൈഡഡ് ബൈ ഫിൽഡ് ബ്ലഡ്, അതാണ് അതിന്റെ ഒരു ഫോർമുല എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് 60% വന്നിരിക്കുന്നു. ഇതാണ് നോർമൽ കണ്ടീഷൻ. ഇനി അടുത്തത് അബ്നോർമൽ കണ്ടീഷൻ ആണ് അടുത്തത് കൊടുത്തേക്കുന്നത്. അതായത് when the ventricular contraction is impeded, the volume of ejected blood is reduced. അപ്പൊ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ, വെൻട്രിക്കുലർ കൺട്രാക്ഷന് വേറൊരു പേരുണ്ട്, സിസ്റ്റോൾ. അപ്പൊ വെൻട്രിക്കുലർ സിസ്റ്റോൾ പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ ഇജക്റ്റഡ് ബ്ലഡിന്റെ എമൗണ്ടും റെഡ്യൂസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അതായത് 60 ml പോകേണ്ടതിന് പകരം 30 ml പോകുന്നു. അതായത് വെൻട്രിക്കുലർ പ്രോപ്പർ ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നില്ല, സിസ്റ്റോൾ നടക്കുന്നില്ല, സ്ട്രോക്ക് വോളിയം പ്രോപ്പർ ആയിട്ട് പുറത്തേക്ക് പോകുന്നില്ല. അപ്പം 30 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 30%. 30% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 15-നേക്കാളും കുറഞ്ഞായിരിക്കും കാണുന്നത്, നോർമലിനേക്കാളും താഴെയായിരിക്കും കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഹാർട്ട് ഫെയിലിയറിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ, സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി. അപ്പൊ കൺട്രാക്ട് ചെയ്യുന്നതിലുണ്ടായ ഒരു അപാകത കൊണ്ടുണ്ടായ ഹാർട്ട് ഫെയിലിയർ ആണ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. ഈ സമയത്ത് ഇജക്ഷൻ ഫ്രാക്ഷൻ ഡ്രോപ്സ് ബിലോ 50%. അതാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്ന 30. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഫസ്റ്റ് ഇതിന്റെ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ ചേംബറിൽ നിന്നും എന്തുമാത്രം പെർസെന്റേജ് ഓഫ് ദ ബ്ലഡ് ആണ് പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നത്. ആ എന്തുമാത്രം ബ്ലഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്ലഡിനെ വിളിക്കുന്ന പേര് സ്ട്രോക്ക് വോളിയം എന്നാണ്. ആ ബ്ലഡിന്റെ പെർസെന്റേജിനെ വിളിക്കുന്ന പേരാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ. അപ്പൊ അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്ന ബ്ലഡ് എന്ന് പറയുന്നത് സ്ട്രോക്ക് വോളിയം ആണ്. ആ ബ്ലഡിന്റെ പെർസെന്റേജിനെ വിളിക്കുന്ന പേരാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ എപ്പോഴും പെർസെന്റേജ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡിനോമിനേറ്റർ വരും. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ്, അതായത് വെൻട്രിക്കിളിൽ വന്ന് നിറയുന്ന ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ്, അതാണ് 100 എന്ന് പറയുന്നത്. അതിൽ നിന്ന് 60 ഇജക്ട് ചെയ്യപ്പെടുന്നു. 60 ആണ് സ്ട്രോക്ക് വോളിയം. 60 by 100 ഈക്വൽ ടു 60%. ഇതാണ് നോർമൽ റേഞ്ച്, ബിറ്റ്വീൻ 50 to 70%. ഇനി വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ഇംപിഡഡ് ആവുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ, അതിപ്പോ സ്റ്റീനോസിസ് ആകാം, അല്ലെങ്കിൽ പല കാരണങ്ങളാകാം, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ഇംപിഡഡ് ആവുമ്പോൾ വോളിയം ഓഫ് ഇജക്റ്റഡ് ബ്ലഡ് റെഡ്യൂസ്ഡ് ആവുന്നു, 30 ആവുന്നു. 60ക്ക് പകരം 30 പോകുന്നു. അപ്പൊ 30 by 100 ഈക്വൽ ടു 30%. അങ്ങനെ ആയിരിക്കും സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൽ ഇജക്ഷൻ ഫ്രാക്ഷൻ ഡ്രോപ്സ് ബിലോ 50%. ഇതാണ് നമുക്കിവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അപ്പൊ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൽ ഇജക്ഷൻ ഫ്രാക്ഷൻ ഡ്രോപ്സ് ബിലോ 50%. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിനെ പറ്റിയാണ്. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പഠിച്ചത് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ, ഇജക്ഷൻ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. അവിടെ നിന്ന് നമ്മളൊരു ഫോർമുല ഡിറൈവ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്താണെന്ന് പഠിച്ചു. ആ സമയത്ത് ഇജക്ഷൻ ഫ്രാക്ഷൻ ബിലോ 50 ആകും, നോർമലിനേക്കാളും താഴെയായിട്ട് പോകും. ഇനി അടുത്തത് ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിനെ പറ്റിയാണ് പറയുന്നത്. ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫില്ലിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡയസ്റ്റോൾ. ഈ ഒരു സമയത്ത് വെൻട്രിക്കിൾ ഈസ് ഫിൽഡ് വിത്ത് ലെസ് ബ്ലഡ്. ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൽ ലെസ് ബ്ലഡ് മാത്രമേ വന്ന് ഫില്ല് ചെയ്യുന്നുള്ളൂ വെൻട്രിക്കിൾസിൽ. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഇജക്ഷൻ ഫ്രാക്ഷൻ നോർമൽ ആയിരിക്കും. പക്ഷേ ബ്ലഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വോളിയം, പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്ന ബ്ലഡ്, അതാണ് സ്ട്രോക്ക് വോളിയം, അത് കുറവായിരിക്കും. പക്ഷേ ഇജക്ഷൻ ഫ്രാക്ഷൻ നോർമൽ ആയിരിക്കും. അതെങ്ങനെയാണ് നോർമൽ ആകുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇജക്റ്റഡ് ബ്ലഡ് ഡിവൈഡഡ് ബൈ ഫിൽഡ് ബ്ലഡ്, അതാണ് നമ്മളിവിടെ ഫോർമുല രണ്ടിലും സെയിം ആണ്. ഇജക്റ്റഡ് ബ്ലഡ് ഡിവൈഡഡ് ബൈ ഫിൽഡ് ബ്ലഡ്. അപ്പൊ അതാണ് ഇവിടെ നോക്കേണ്ട പോയിന്റ്. ഇപ്പൊ ഇവിടെ ഫില്ല് ചെയ്യുന്ന ബ്ലഡ് എന്തായിരിക്കും? കുറവായിരിക്കും.
അതായത് 50 ml ആയിരിക്കും ഫില്ല് ചെയ്യപ്പെടുന്ന ബ്ലഡ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ആണ്. അതായത് ഹാർട്ടിന്റെ വെൻട്രിക്കിൾസിൽ പ്രോപ്പർ ആയിട്ട് കുറച്ച് ബ്ലഡ് മാത്രമേ വന്നെന്ന് അറിയുന്നുള്ളൂ. അത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യണം. അപ്പൊ ഫിൽഡ് ബ്ലഡ് നേരത്തെ 100 ആയിരുന്നു. അപ്പൊ നേരത്തെ 100 ആവാൻ കാരണം എന്താ? അവിടെ ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രോപ്പർ ആയിട്ട് ഫില്ലിങ് നടക്കുന്നതുകൊണ്ടാണ് മുഴുവൻ ബ്ലഡും വന്ന് നിറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഴുവൻ ബ്ലഡും വന്ന് നിറയുന്നില്ല. 50 ml ബ്ലഡ് മാത്രമേ വന്ന് നിറയുന്നുള്ളൂ. അപ്പൊ ഇജക്ട് ചെയ്യുന്ന ബ്ലഡ് എന്തായിരിക്കും? ഇതിനേക്കാളും കുറവായിരിക്കും ഇജക്ട് ചെയ്യുന്ന ബ്ലഡ്. നമ്മൾ പറഞ്ഞായിരുന്നു മൊത്തത്തിൽ ബ്ലഡ് പുറത്തേക്ക് ഇജക്ട് ചെയ്യത്തില്ല, ഒരു സ്മോൾ ഫ്രാക്ഷൻ റിമെയിൻ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇജക്ട് ചെയ്ത ബ്ലഡ് ഇവിടെ 30 ആണ്. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 50 നോക്കിക്കഴിഞ്ഞാൽ 60% ആയിരിക്കും വരുന്നത്. അപ്പൊ കണ്ടോ, ഇജക്ഷൻ ഫ്രാക്ഷൻ നോർമൽ ആണ്, പക്ഷെ ഔട്ട്പുട്ട് പോയത് കുറവാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ ബ്ലഡ് ഔട്ട്പുട്ട് ഇവിടെ റെഡ്യൂസ്ഡ് ആണ്, ഇജക്ഷൻ ഫ്രാക്ഷൻ പക്ഷെ നോർമലായിട്ട് വന്നു. നോർമലായിട്ട് വന്നത് ഈ ഒരു ഫോർമുല വെച്ചിട്ട് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൽ വെൻട്രിക്കിളിന്റെ അകത്ത് ലെസ് എമൗണ്ട് ഓഫ് ബ്ലഡ് മാത്രമേ ഫില്ല് ചെയ്യപ്പെടുന്നുള്ളൂ. ഇവിടെ ഇജക്ഷൻ ഫ്രാക്ഷൻ നോർമൽ ആയിരിക്കും, പക്ഷെ കാർഡിയാക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് അല്ല, ബ്ലഡ് ഔട്ട്പുട്ട് അതായത് സ്ട്രോക്ക് വോളിയം റെഡ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇജക്റ്റഡ് ബ്ലഡ് ഡിവൈഡഡ് ബൈ ഫിൽഡ് ബ്ലഡ്. ഇവിടെ ഓൾറെഡി ഫില്ല് ചെയ്യുന്ന ബ്ലഡ് കുറവായിരിക്കും, കാരണം ഡയസ്റ്റോളിക് ഫെയിലിയർ ഉണ്ട്. അതുകൊണ്ട് 50 ml ബ്ലഡ് മാത്രമേ വന്നെന്ന് അറിയുന്നുള്ളൂ. അതിൽ നിന്ന് 30 മാത്രമേ ഇജക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ 30 ബൈ 50 നോക്കുമ്പോൾ 60% ആണ് വരുന്നത്. ഇജക്ഷൻ ഫ്രാക്ഷൻ അവിടെ നോർമൽ ആയിട്ട് വരുന്നു. അപ്പം ഈ ഇജക്ഷൻ ഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സിസ്റ്റോളിക് ബി പിനെയും ഡയസ്റ്റോളിക് ബി പിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അല്ല, സിസ്റ്റോളിക് ബി പി അല്ല, സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിനെയും ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇജക്ഷൻ ഫ്രാക്ഷൻ വെച്ചിട്ടാണ്. അപ്പൊ അത് ഓർക്കുക. അപ്പോ ഇതാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ. അത് നോർമൽ പറഞ്ഞു 50 to 70 വരുന്നു. അത് നോർമലിനേക്കാളും താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിലാണ്. ഇജക്ഷൻ ഫ്രാക്ഷൻ നോർമലിനേക്കാളും ഡ്രോപ്പ് ചെയ്യുന്നത് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിലാണ്. പക്ഷേ ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിലെ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും, പക്ഷേ ബ്ലഡ് ഔട്ട്പുട്ട് അഥവാ സ്ട്രോക്ക് വോളിയം മാത്രം കുറവായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഹാർട്ട് ഫെയിലിയറിനെ പറ്റി ജനറൽ ആയിട്ട് നോക്കുകയാണ്. ഹാർട്ട് ഫെയിലിയറിന്റെ അകത്ത് തന്നെ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറും ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറും നമ്മൾ ഓൾറെഡി പഠിച്ചു. സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കാൺ പമ്പ് ഇനഫ്, പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രാക്ഷൻസ്, ഇഫക്റ്റീവ് കൺട്രാക്ഷൻസ് നടക്കുന്നില്ല, അതാണ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഫില്ലിങ് നടക്കുന്നില്ല, അതാണ് ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ടായാലും അത് നമ്മുടെ ലങ്സിനെ ബാധിക്കുന്നുണ്ട്. അതെങ്ങനെയാ ബാധിക്കുന്നതെന്ന് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. അപ്പൊ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്താ നമ്മൾ പറഞ്ഞ? പ്രോപ്പർ ആയിട്ട് കൺട്രാക്ഷൻസ് നടക്കുന്നില്ല എന്നാ പറഞ്ഞത്. അതായത് ഹാർട്ട് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ഈസ് ഇംപെഡഡ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കുറച്ച് ബ്ലഡ് മാത്രമേ പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ ആ വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടേക്ക് ബ്ലഡ് തിരിച്ചു പോകും? ലെഫ്റ്റ് വെൻട്രിക്കിളിലത്തെ ബ്ലഡ് എല്ലാം ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകുന്നു? പൾമണറി സർക്കുലേഷനിലേക്ക് കയറുന്നു. അങ്ങനെ ലങ്സിൽ എന്തുണ്ടാവുന്നു? കൺജഷൻ ആൻഡ് ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാവുന്നു. അത് സിസ്റ്റോളിക് ആണെങ്കിലും ഡയസ്റ്റോളിക് ആണെങ്കിലും പ്രോപ്പർ ഫില്ലിങ് നടന്നില്ലെങ്കിലും പ്രോപ്പർ പമ്പിങ് നടന്നില്ലെങ്കിലും രണ്ടും ഒരുപോലെ ലങ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ലങ്സിൽ കൺജഷൻ ആൻഡ് ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ ഹാർട്ട് ഫെയിലിയറിനെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കാൻ കാരണം. അപ്പം ഈ ലങ്സിന് ചെന്നിട്ട് കൺജഷൻ ഉണ്ടാക്കുന്നു, ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കാൻ കാരണം. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. ഇതിന്റെ അകത്ത് ഫസ്റ്റ് പഠിക്കാനുള്ള നമ്മൾ ഇപ്പൊ പഠിച്ച സെയിം കാര്യം തന്നെ വാല്യൂസിൽ ഒരു വ്യത്യാസം വരുത്തിയേക്കുന്നതേ ഉള്ളൂ. നേരത്തെ 100 വെച്ചിട്ടാണ് പറഞ്ഞത്, ഇത് 110 വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. സെയിം കൺസെപ്റ്റ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. സ്ട്രോക്ക് വോളിയം 70 ആണ് പറഞ്ഞിരിക്കുന്നത്, ഇൻറ്റു ഹാർട്ട് റേറ്റ് 70 ബീറ്റ്സ് പെർ മിനിറ്റ്. അപ്പൊ ഏകദേശം അത് 4900 ml പെർ മിനിറ്റ് വരും. അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 ലിറ്റർ പെർ മിനിറ്റ്. ഇതാണ് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇജക്ഷൻ ഫ്രാക്ഷൻ എന്തായിരിക്കും? നോർമൽ ആയി പറഞ്ഞേക്കുന്നത്. നമ്മൾ അത് നേരത്തെ പഠിച്ചത് തന്നെ പഠിച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ആയി പോയെന്നേ ഉള്ളൂ. ഇനി അടുത്തത് ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിന്റെയും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ ഒരു സെക്ഷൻ പഠിച്ചാൽ മതി. അത് തന്നെ വാല്യൂസ് മാറ്റി കൊടുത്തേക്കുന്നേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫ്രാങ്ക് സ്റ്റാർലിംഗ് മെക്കാനിസത്തിനെ പറ്റിയാണ് പറയുന്നത്. ഫ്രാങ്ക് സ്റ്റാർലിംഗ് മെക്കാനിസം ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രോക്ക് വോളിയം ആൻഡ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. എന്താണ് സ്ട്രോക്ക് വോളിയം? സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ
ഒരു ബീറ്റിന്റെ സമയത്ത് വെൻട്രിക്കിൾസ് എന്തുമാത്രം ബ്ലഡിനെയാണോ ഇജക്ട് ചെയ്യുന്നത് അതിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്താണ്? വെൻട്രിക്കിൾസിൽ വന്ന് ഫില്ല് ചെയ്യുന്ന മൊത്തം എമൗണ്ട് ഓഫ് ബ്ലഡിനെ വിളിക്കുന്ന പേരാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. അതിലത്തെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ് സ്ട്രോക്ക് വോളിയം. പക്ഷേ ഈ സ്ട്രോക്ക് വോളിയത്തിനും എൻഡ് ഡയസ്റ്റോളിക് വോളിയത്തിനും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, അപ്പൊ ആ ഒരു ലോയിനെ വിളിക്കുന്ന പേരാണ് ഫ്രാങ്ക് സ്റ്റാർലിംഗ് മെക്കാനിസം. But this law states that the stroke volume of the heart increases in response to an increase in the volume of the blood in the ventricles before contraction, when all other factors remains constant. അപ്പോൾ ഈ law state ചെയ്യുന്ന എന്താണ്? Stroke volume of the heart increases in response to an increase in the volume of blood in the ventricles. വെൻട്രിക്കിൾസിൽ എന്തുമാത്രം ബ്ലഡ് വന്ന് നിറയുന്നോ അതിനനുസരിച്ച് സ്ട്രോക്ക് വോളിയവും കൂടുന്നു. അതായത് ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ് വെൻട്രിക്കിൾസിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് വോളിയവും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഈ ഫ്രാങ്ക് സ്റ്റാർലിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തുമാത്രം ബ്ലഡ് ആണ് വന്ന് നിറയുന്നതെന്ന് പറയുന്നതാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. എൻഡ് ഡയസ്റ്റോളിക് വോളിയം ഒരുപാട് കൂടി ഒരു ബലൂൺ പോലെ നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് ആ ഷട്ടർ ആ ഒരു നമ്മുടെ ഈ വാൽവ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും മാക്സിമം ബ്ലഡ് പുറത്തേക്ക് ഇജക്ട് ചെയ്യും. അതിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. ഇത് കൂടുമ്പോഴത്തേക്കും സ്ട്രോക്ക് വോളിയം കൂടുന്നു. അതാണ് ഫ്രാങ്ക് സ്റ്റാർലിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഹാർട്ട് ഫെയിലിയർ എന്തിനെയൊക്കെ അഫക്ട് ചെയ്യാം? റൈറ്റ് വെൻട്രിക്കിളിനെ അഫക്ട് ചെയ്യാം, ലെഫ്റ്റ് വെൻട്രിക്കിളിനെ അഫക്ട് ചെയ്യാം, ബോത്ത് വെൻട്രിക്കിൾസിനെ അഫക്ട് ചെയ്യാം, ബൈ വെൻട്രിക്കുലർ. അപ്പൊ റൈറ്റും റൈറ്റിനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക്ഡ് ആണ്. അതായത് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഗ്രാജുവലി റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. കാരണം നമുക്കറിയാം ഈ സർക്കുലേഷൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അത് ആ കാർഡിയാക് സൈക്കിൾ ഓർത്താൽ മതി. അത് ഇപ്പം അടുത്തതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാതെ. അപ്പം 3 ടൈപ്സ് ഉണ്ട്: റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ബോത്ത് വെൻട്രിക്കിൾസ്. ഇതിനെല്ലാം ഫെയിലിയർ ഉണ്ടാവാം. ഈ ഓരോ കമ്പോണന്റിനും ഓരോ ഫെയിലിയറിനും 2 കമ്പോണൻസ് ഉണ്ട്. അതായത് റൈറ്റ് വെൻട്രിക്കിൾ ആണെങ്കിലും അതിൻ്റെ അകത്ത് സിസ്റ്റോളിക് ഫെയിലിയർ ഉണ്ട്, ഡയസ്റ്റോളിക് ഫെയിലിയർ ഉണ്ട്. ലെഫ്റ്റിലാണെങ്കിലും സിസ്റ്റോളിക്കും ഉണ്ട്, ഡയസ്റ്റോളിക്കും ഉണ്ട്. ഇപ്പോൾ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഉണ്ട്, ബൈ വെൻട്രിക്കുലർ ഫെയിലിയർ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഓരോന്നിനും സിസ്റ്റോളിക് കമ്പോണന്റും ഡയസ്റ്റോളിക് കമ്പോണന്റും കാണുന്നുണ്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ക്യാൻ ഓൾസോ റിസൾട്ട് ഇൻ ദ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആൻഡ് വൈസ് വേഴ്സ. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക്ഡ് ആയതുകൊണ്ട്, അതായത് സർക്കുലേഷൻ, നമ്മുടെ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഇന്റർലിങ്ക്ഡ് ആയതുകൊണ്ട് ഒരു സൈഡിൽ ഫെയിലിയർ ഉണ്ടായാൽ ഗ്രാജുവലി അടുത്ത സൈഡിനെ അത് അഫക്ട് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആണ്. അതിന്റെ അകത്ത് സിസ്റ്റോളിക് കമ്പോണന്റും ഉണ്ട്, ഡയസ്റ്റോളിക് കമ്പോണന്റും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സിസ്റ്റോളിക് കമ്പോണന്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ സിസ്റ്റോളിക് കമ്പോണന്റ് ഉണ്ടാവാൻ കാരണം, ഇനി ലെഫ്റ്റ് സൈഡിനെ മാത്രം മനസ്സിൽ കാണുക. അപ്പൊ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ ഇതുണ്ടായി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഡിസ്ഫങ്ഷൻ, സിസ്റ്റോളിക് ഡിസ്ഫങ്ഷനെ പറ്റിയാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പം ദിസ് ഈസ് കോസ്ഡ് ബൈ ദ സിസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ. സിസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പമ്പിംഗ് ഡിസ്ഫങ്ഷൻ ഉണ്ടാവുക. അപ്പം ഇത് ഉണ്ടാവാനുള്ളൊരു കാരണം പറയുന്നത് റിസൾട്ടിങ് ഫ്രം ഡാമേജ് ടു ദ മയോകാർഡിയം സോ ദാറ്റ് ഇറ്റ് കാൺ കൺട്രാക്ട് ഫോഴ്സ്ഫുള്ളി ആൻഡ് പമ്പ് ദ ബ്ലഡ് എഫിഷ്യൻലി. മയോകാർഡിയം ആണല്ലോ കൺട്രാക്ട് ചെയ്യേണ്ടത്. മയോകാർഡിയത്തിന് പ്രോപ്പർ ആയിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം പ്രോപ്പർ ആയിട്ട് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവുന്നില്ല. അതായത് വെൻട്രിക്കിൾസിലെ ബ്ലഡ് മുഴുവനും അയോട്ടയിലേക്ക്, മുഴുവനല്ല, അതിൻ്റെ അകത്തെ പാർട്ട് ഓഫ് ബ്ലഡ്, സ്ട്രോക്ക് വോളിയം ആർക്ക് കൊടുക്കണം? അയോട്ടയ്ക്ക് കൊടുക്കണം. പക്ഷേ ഇവിടെ അതിനെ കൺട്രാക്ട് ചെയ്യിപ്പിക്കാൻ മയോകാർഡിയത്തിന് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സിസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ, അതിന്റെ ഔട്ട്പുട്ട് കുറയുന്നു. അത് മയോകാർഡിയത്തിന് എങ്ങനെയാണ് ഡാമേജ് ഉണ്ടാവുന്നതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതാണ് നമ്മുടെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത്. സിസ്റ്റോളിക് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഇഷീമിക് ഹാർട്ട് ഡിസീസ് ആണ്. ഇഷീമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാവാനുള്ള കാരണം കൊറോണറി ആർട്ടറി അതെറോസ്ക്ലെറോസിസ് ആണ്, ഓർ പ്ലേക്ക് ബിൽഡപ്പ്. അപ്പൊ കൊറോണറി ആർട്ടറി അതെറോസ്ക്ലെറോസിസ് ഓർ ദ പ്ലേക്ക് ബിൽഡപ്പ് കാരണം എന്തുണ്ടാവുന്നു? പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല. ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ കിട്ടണമല്ലോ. ഹാർട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹാർട്ടിനും പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ കിട്ടിയാൽ മാത്രമേ മയോകാർഡിയത്തിന് കൺട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ മയോകാർഡിയത്തിനൊക്കെ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറി ആണ്.
കൊറോണറി ആർട്ടറിക്ക് അതെറോസ്ക്ലിറോസിസ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സപ്ലൈ നടക്കത്തില്ല. അതിനെയാണ് ഇഷീമിയ എന്ന് പറയുന്നത്. ഇഷീമിക് ഹാർട്ട് ഡിസീസിൽ മയോകാർഡിയത്തിൽ ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല, മയോകാർഡിയത്തിന് ഗ്രാജുവലി ഡാമേജ് ഉണ്ടാകുന്നു, പ്രോപ്പർ ആയിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ സിസ്റ്റോളിക് ഫെയിലിയർ ഉണ്ടാവും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി ഈ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ആൻഡ് ഓക്സിജൻ ഈസ് സപ്ലൈഡ് ബൈ the coronary artery which damages the myocardium. Less blood and oxygen is supplied. അത് കാരണം മയോകാർഡിയം ഡാമേജ് ആവും. അപ്പൊ ഇത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ ഒരു കോമൺ കോസ് ആണ്. ലെഫ്റ്റ് സൈഡഡിന്റെ സിസ്റ്റോളിക് കമ്പോണന്റിന്റെയും ഡയസ്റ്റോളിക് കമ്പോണന്റിന്റെയും ഒരു കോമൺ ആയിട്ടുള്ള കോസ് ആണ് ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി അത് എങ്ങനെയാണെന്നൊരു ഫിഗറിൽ കാണിച്ചു തരാം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നോർമൽ ആയിട്ടുള്ള ഒരു തിക്നെസ്സിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ നോർമൽ തിക്നെസ്സിനേക്കാളും ഇതങ്ങ് തിന്നായി മാറും. ഇപ്പൊ ഇതിപ്പോ നമ്മൾ ലെഫ്റ്റ് സൈഡഡിന്റെ ആണല്ലോ പറയുന്നത്. അപ്പൊ നോർമലിനേക്കാളും ഇത് തിന്നായിട്ട് മാറുവാണ് ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ ഹിയർ ദ ചേംബർ ഗ്രോസ് ഇൻ സൈസ്. ചേംബർ നല്ല രീതിയിൽ വികസിക്കുന്നു. അതായത് ലാർജ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് വന്ന് ഇതിൻ്റെ അകത്ത് നിറഞ്ഞ് ഈ ചേംബർ നല്ല രീതിയിൽ അങ്ങ് ഡയലേറ്റഡ് ആവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാർട്ടിന് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് അതിന് വലിഞ്ഞ് അത് മാക്സിമം ഡയലേറ്റഡ് ആകാൻ പറ്റും. പക്ഷേ ഈ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ വെൻട്രിക്കിൾസിന്റെ അകത്ത് ലാർജ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് വന്ന് നിറയുന്നു. ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ് വന്നിട്ട് വെൻട്രിക്കിൾസിൽ നിറയുന്നു. ആ സമയത്ത് ഈ ചേംബറിന്റെ ഈ വോൾ അങ്ങ് തിന്നായിട്ട് മാറുന്നു. ഇത്രയും തിക്നെസ് മാറിയിട്ട് അങ്ങ് തിന്നായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാക്സിമം ബ്ലഡിനെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? വോളിന്റെ തിക്നെസ് അങ്ങ് കുറയുന്നു. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കുക. അതായത് വെൻട്രിക്കിൾസ് വിൽ ബി ഫിൽഡ് വിത്ത് ലാർജർ വോളിയം ഓഫ് ദ ബ്ലഡ് കോസിങ് ഇൻക്രീസ്ഡ് പ്രീലോഡ്. പ്രീലോഡ് എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ ഇജക്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വെൻട്രിക്കിൾസിൽ വന്ന് നിറയുന്ന ബ്ലഡ്. അപ്പൊ പ്രീലോഡ് നല്ല രീതിയിൽ കൂടുമ്പോഴത്തേക്കും എന്താ അവിടെ സംഭവിക്കുന്നത്? ഫ്രാങ്ക് സ്റ്റാർലിംഗ് മെക്കാനിസം നടക്കും. ഫ്രാങ്ക് സ്റ്റാർലിംഗ് മെക്കാനിസത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? ആ ഒരു പ്രീലോഡ് കൂടുന്നതനുസരിച്ച്, പ്രീലോഡ് എന്ന് പറഞ്ഞാൽ എൻഡ് ഡയസ്റ്റോളിക് വോളിയം, ആ പ്രീലോഡ് കൂടുന്ന അനുസരിച്ച് പുറത്തേക്ക് എജക്ട് ചെയ്യുന്ന സ്ട്രോക്ക് വോളിയത്തിന്റെ എമൗണ്ടും കൂടുന്നു. അതായത് മാക്സിമം നമ്മൾ ആ ബലൂണിനെ പോലെ ഓർക്കുക, മാക്സിമം അത് വികസിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അത് ഹൈ പ്രഷറിൽ മാക്സിമം ബ്ലഡിനെ അത് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഓപ്പണിങ് തുറന്നു കഴിഞ്ഞാൽ, ആ വാൽവുകൾ തുറന്നു കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്ട് ചെയ്യുന്നു. അതായത് സ്ട്രോക്ക് വോളിയം അവിടെ കൂടുന്നു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് സ്ട്രെച്ചസ് ദ മസിൽ വോൾ ആൻഡ് ഇൻക്രീസസ് ദ കൺട്രാക്ഷൻ സ്ട്രെങ്ത്. നല്ല രീതിയിൽ മസിൽ വോളിനെ സ്ട്രെച്ച് ചെയ്യുന്നു. സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കൺട്രാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഗ്രാജുവലി ദ മസിൽ വോൾ ഗെറ്റ്സ് തിന്നർ കോസിങ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. അത് തിന്നർ ആയിട്ട് മാറി ഫൈനലി അതൊരു സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം തിന്നറായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇലാസ്റ്റിസിറ്റി, ആ പ്രോപ്പർട്ടീസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ അതിന് പ്രോപ്പർ ആയിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി അതിന്റെ വേർഡിൽ തന്നെ ഉണ്ട്, ഡയലറ്റേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് വന്ന് ഫില്ല് ചെയ്ത് പ്രീലോഡ് നല്ല രീതിയിൽ കൂടുന്നു. അപ്പൊ മസിൽ വോൾ ഒക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പൊ കൺട്രാക്ഷൻ സ്ട്രെങ്ത് അത്രത്തോളം കൂടുന്നു. അപ്പൊ എന്താണ്? സ്ട്രോക്ക് വോളിയം കൂടുന്നു. അതാണ് ഫ്രാങ്ക് സ്റ്റാർലിംഗ് മെക്കാനിസം. പക്ഷെ ഈ പ്രോസസ്സ് പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മസിൽ വോള് തിന്നറായിട്ട് മാറുന്നു. അങ്ങനെ ഫൈനലി അതിന്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി, ആ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെട്ടിട്ട് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നു. അതാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാനുള്ള റീസൺസ് ഇഷീമിക് ഹാർട്ട് ഡിസീസ് പറഞ്ഞു. അത് മയോകാർഡിയത്തിന് ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ മയോകാർഡിയത്തിന് കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി. ഡയലേറ്റഡ് കാർഡിയോമയോപ്പതിയിൽ പറഞ്ഞിരിക്കുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ് വന്ന് നിറഞ്ഞ് സ്ട്രെച്ച് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ബ്ലഡിനെ ഇജക്ട് ചെയ്യുന്നു. പക്ഷെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഹാർട്ടിന്റെ ഇലാസ്റ്റിസിറ്റിയെ ബാധിക്കുന്നു. അങ്ങനെ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് മാറുന്നു. ഇനി ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിന് തന്നെ ഡയസ്റ്റോളിക് കമ്പോണന്റും ഉണ്ട്. അതായത് അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫില്ലിങ്ങിൽ വരുന്ന
ഒരു അപാകത, അതാണ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലെ ഡയസ്റ്റോളിക് എന്ന് പറയുന്നത്. ഇവിടുത്തെ റീസണും ഹൈപ്പർ ടെൻഷൻ തന്നെയാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് റീസൺ അയോട്ടിക് സ്റ്റീനോസിസ് ആണ്. അപ്പൊ നമുക്കറിയാം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് അയോട്ടിക് വാൽവ് ആണ്. അയോട്ടിക് വാൽവിന് നാരോയിങ് ഉണ്ടാവുന്ന കണ്ടീഷനാണ് അയോട്ടിക് സ്റ്റീനോസിസ്. നാരോയിങ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പ്രോപ്പർ ആയിട്ട് നാരോയിങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നാരോയിങ് ഉണ്ടാകുമ്പോഴേക്കും പ്രോപ്പർ ആയിട്ട് താഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബ്ലഡിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു റീസൺ. അങ്ങനെ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുവാണ് ചെയ്യുന്നത്. പിന്നെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി ഇല്ലേ, ഇതുപോലത്തെ തന്നെ ഒരു കണ്ടീഷനാണ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയിൽ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ആ വോള് തിന്നായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ആ വോള് തിക്കൻഡ് ആയിട്ട് മാറുന്നു, ഹൈപ്പർട്രോഫീഡ് ആയിട്ട് മാറുന്നു. ഹൈപ്പർട്രോഫീഡ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വോളിന്റെ തിക്നെസ് നല്ല രീതിയിൽ കൂടുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ വോളിന്റെ തിക്നെസ് ഇതിലും കൂടുകയാണെങ്കിൽ, ഇത്രയും ഒരു ലെവലിലാണ് വോളിന്റെ തിക്നെസ് കൂടുന്നതെങ്കിൽ, ഇത്രയും ലെവലിൽ കൂടുവാണെങ്കിൽ അതിന്റെ അകത്തെ സ്പേസ് കുറവായിരിക്കും. സ്പേസ് കുറയുമ്പം പ്രോപ്പർ ഫില്ലിങ്ങിനുള്ള സ്പേസ് കുറവായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഫില്ലിങ് എങ്ങനെ? അവിടെ പ്രോപ്പർ ആയിട്ട് ഫില്ലിങ് നടക്കത്തില്ല. അപ്പം കുറച്ച് ബ്ലഡ് മാത്രം ഫില്ല് ചെയ്യും. അതാണ് ഡയസ്റ്റോളിന് വരുന്ന ഒരു ഫെയിലിയർ ആണ് അവിടുത്തെ ഇത് കാണിച്ചു തന്നേക്കുന്നത്. അപ്പൊ ഹൈപ്പർട്രോഫി ഉണ്ടാവുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ട് ഫില്ലിങ് നടക്കത്തില്ല, കുറച്ച് ബ്ലഡ് മാത്രം ഫിൽഡ് ആവും. അപ്പൊ അതിനനുസരിച്ചുള്ള ബ്ലഡ് മാത്രമേ പുറത്തേക്ക് ഇജക്റ്റും ചെയ്യത്തുള്ളൂ. അതാണ് ഹൈപ്പർട്രോഫിക് എന്ന് പറയുന്നത്. പറ്റിയാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ ഹാർട്ട് മസിൽസ് ബിക്കം സ്റ്റിഫർ ആൻഡ് അപ്പം റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാർട്ട് മസിൽസ് സ്റ്റിഫർ ആയിട്ട് മാറുന്നു. ഈ മസിൽസ് എന്ത് ചെയ്യുന്നു? ഭയങ്കര സ്റ്റിഫ് ആയിട്ട് മാറുന്നു. ഇലാസ്റ്റിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ ബ്ലഡ് വന്ന് നിറയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഇതിന് വികസിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതവിടെ സ്റ്റിഫ് ആയിട്ടിരിക്കുന്നു. ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പം ഈ ഒരു സ്പേസിൽ നിറയാവുന്ന ബ്ലഡ് മാത്രമേ വന്ന് നിറയത്തുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള സ്ട്രോക്ക് വോളിയമേ പുറത്തേക്കും പോകത്തുള്ളൂ. അപ്പൊ അത് ഓർക്കുക, അങ്ങനെ പുറത്തേക്ക് പോകത്തുള്ളൂ. അപ്പോ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ, അയോട്ടിക് സ്റ്റീനോസിസ്, പിന്നെ അതുപോലെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ ഈ വോൾ അങ്ങ് ഭയങ്കര ഹൈപ്പർട്രോഫീഡ് ആയിട്ട് മാറുന്നു. അപ്പൊ അതിൻ്റെ അകത്തെ സ്പേസ് കുറയുന്നു, ലെസ് ഫില്ലിങ് മാത്രം നടക്കുന്നു, അങ്ങനെ ഔട്ട്പുട്ടും കുറയുന്നു. അതാണ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിന്റെ ഒരു കണ്ടീഷൻ. പിന്നെ റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഹാർട്ടിന്റെ വോള് ലെസ് കോംപ്ലൈന്റ് ആയിട്ട് മാറുന്നു, അതായത് സ്റ്റിഫർ ആയിട്ട് മാറുന്നു. സ്റ്റിഫ് ആകുമ്പോൾ അതിന് ആ സ്റ്റിഫ് ആയിട്ടിരിക്കുമ്പോൾ അതനുസരിച്ചിട്ടേ ബ്ലഡിന് വന്ന് നിറയാൻ പറ്റത്തുള്ളൂ. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ അന്നേരവും ഫില്ല് ചെയ്യുന്ന ബ്ലഡിന്റെ എമൗണ്ട് കുറവായിരിക്കും. അങ്ങനെ എന്താ സംഭവിക്കുന്നത്? എജക്ട് ചെയ്യുന്ന ബ്ലഡിന്റെ എമൗണ്ടും കുറവായിരിക്കും. അങ്ങനെ കാർഡിയാക് ഔട്ട്പുട്ടും കുറയും. അതാണ് ഡയസ്റ്റോളിക് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പോർഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് അതിന്റെ കോസസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡഡിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. ലെഫ്റ്റ് സൈഡഡിന്റെ ഡയസ്റ്റോളിക് കമ്പോണന്റ് പറഞ്ഞു, ലെഫ്റ്റ് സൈഡഡിന്റെ സിസ്റ്റോളിക് കമ്പോണന്റും പറഞ്ഞു. സിസ്റ്റോളിക്ക് പറഞ്ഞു, ഡയസ്റ്റോളിക്കും പറഞ്ഞു. ഇനി അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ as the heart is unable to pump enough blood towards the body. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഇവിടെ രണ്ടെണ്ണത്തിന്റെയും ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ ആയിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിരിക്കും. മൊത്തത്തിൽ കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിരിക്കും. അതാണ് ഈ സിസ്റ്റോളിക് കമ്പോണന്റിന്റെയും ഡയസ്റ്റോളിക് കമ്പോണന്റിന്റെയും നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. കാർഡിയാക് ഔട്ട്പുട്ട് മൊത്തത്തിൽ കുറയും. അപ്പൊ ഹാർട്ട് ഈസ് അണേബിൾ ടു പമ്പ് ഇനഫ് ബ്ലഡ് ടുവേർഡ്സ് ദ ഫോർവേഡ് ഓഫ് ദ ബോഡി. അപ്പൊ നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും പ്രോപ്പർ ആയിട്ട് പമ്പിങ് നടക്കത്തില്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് ബാക്കപ്പ് ചെയ്തിട്ട് ബാക്ക് ഫ്ലോ ചെയ്ത് ലങ്സിലേക്ക് പോകാനായിട്ട് തുടങ്ങും. അപ്പൊ ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന? പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു, പൾമണറി എഡിമ ഉണ്ടാകുന്നു, കൺജഷൻ ഉണ്ടാകുന്നു. ഫുൾ കൺജഷനും പ്രഷറും എല്ലാം ലങ്സിലേക്ക് അങ്ങ് പോകുന്നു. നമ്മുടെ ബോഡിയിലേക്ക് പ്രോപ്പർ ആയിട്ട് പോകുന്നില്ല. കാരണം കാർഡിയാക് ഔട്ട്പുട്ട് അവിടെ കുറവാണ്. വെൻട്രിക്കിൾസിൽ നിന്നുള്ള ഔട്ട്പുട്ട് കുറവായതുകൊണ്ട് മുഴുവനും ബാക്ക് ഫ്ലോ ചെയ്ത്
ലങ്സിലേക്ക് പോകുന്നു. അത് ലെഫ്റ്റ് സൈഡഡിന്റെ കേസിലാണ് ലങ്സിലേക്ക് പോകുന്നത്. റൈറ്റ് സൈഡഡിന് വ്യത്യാസമുണ്ട്, അത് അവിടെ പറയാം. അപ്പൊ ഇവിടെ പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർടെൻഷൻ, പൾമണറി എഡിമ, കൺജഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്നിയ, ഓർത്തോപ്നിയ, ക്രാക്കിൾസ് ഓൺ ഓസ്കൾട്ടേഷൻ ഈസ് കോസ്ഡ് ബൈ ദ എക്സ്ട്രാ ഫ്ലൂയിഡ് ഇൻ ദ ലങ്സ്. അപ്പൊ ഡിസ്നിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ടു ബ്രീത്ത് ആണ്. ഓർത്തോപ്നിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ബ്രീത്തിങ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് പൾമണറി ഹൈപ്പർടെൻഷൻ ആണ്, അല്ലെങ്കിൽ പൾമണറി എഡിമയാണ്. അപ്പൊ പൾമണറി എഡിമയൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ എന്താണ്, എക്സ്ട്രാ ഫ്ലൂയിഡ് നമ്മുടെ ലങ്സിൽ വന്ന് ഫില്ല് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓസ്കൾട്ടേഷൻ ചെയ്യുമ്പോൾ ക്രാക്കിൾ സൗണ്ട് അല്ലെങ്കിൽ റെയിൽസ് എന്ന് പറഞ്ഞൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇഫ് ദ ഇനഫ് ബ്ലഡ് ഈസ്, ഇവിടെ പറഞ്ഞേക്കുന്നത് ഇഫ് ഇനഫ് ഫ്ലൂയിഡ് ഫിൽസ് സം ഓഫ് ദീസ് കാപ്പിലറീസ് ഇൻ ദ ലങ്സ് ദേ ക്യാൻ കോസ് റപ്ചർ ലീഡിങ് ടു ദ ലീക്കേജ് ഓഫ് ദ ബ്ലഡ് ഇൻ ടു ആൽവിയോളെ. ഇതൊരു പിക്ചറിൽ കാണിക്കാം. അതായത് ഇത് നമ്മുടെ ആൽവിയോളയാണ്, ഈ കാണുന്നത് കാപ്പിലറീസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പൾമണറി തന്നെ ബ്ലഡ് വെസൽസ്, അതിൻ്റെ അകത്ത് കാപ്പിലറീസ് എല്ലാം ഉണ്ട്. അപ്പൊ ആ കാപ്പിലറീസിൽ കൂടെ ലാർജ് എമൗണ്ട് ഓഫ് ദ ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് ദ ഫ്ലൂയിഡ് ഈ കാപ്പിലറീസിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കാപ്പിലറീസിന് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ഒരു വോളിയം ഓഫ് ബ്ലഡ് ഉണ്ടല്ലോ, പക്ഷെ അതിലും കൂടുതൽ ബ്ലഡ് ആണ്, എക്സ്ട്രാ ഫ്ലൂയിഡ് നമ്മൾ പറഞ്ഞു ലങ്സിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ എക്സ്ട്രാ ഫ്ലൂയിഡ് ഈ കാപ്പിലറീസിൽ കൂടെ പോകുമ്പോൾ ഈ കാപ്പിലറീസിന്റെ വോള് ബ്രേക്ക് ആവും, റപ്ചർ ആയിട്ട് അതിന്റെ അകത്തെ ബ്ലഡ് ലീക്ക് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്, ആൽവിയോളസിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ആൽവിയോളസ്. അപ്പൊ കാപ്പിലറീസിൽ കൂടെ പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് ലങ്സിന് എക്സസ് ആയിട്ട് ഫ്ലൂയിഡ് ഉണ്ടാവുന്നു. ആ ഫ്ലൂയിഡ് നമ്മുടെ ലങ്സിന്റെ കാപ്പിലറീസിൽ കൂടെ ഒക്കെ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും കാപ്പിലറീസിന്റെ വോൾ ഒന്ന് റപ്ചർ ചെയ്യുന്നു. അപ്പൊ ആ ബ്ലഡ് എങ്ങോട്ടേക്ക് ലീക്ക് ചെയ്യുന്നു, ആൽവിയോളയിലേക്ക് ലീക്ക് ചെയ്ത് പോകുന്നു. ആൽവിയോളയിലേക്ക് ലീക്ക് ചെയ്യുമ്പോൾ ആൽവിയോളയിൽ ആരാണുള്ളത്, ആൽവിയോളാർ മാക്രോഫേജ് സെല്ലുകളുണ്ട്. ആൽവിയോളാർ മാക്രോഫേജസ് ഈ കയറി വരുന്ന ബ്ലഡിലെ RBCനെ എൻഗൾഫ് ചെയ്യുന്നു. ആൽവിയോളാർ മാക്രോഫേജസ് ഈ കയറി വരുന്ന RBCനെ എൻഗൾഫ് ചെയ്യുന്നു. അങ്ങനെ ഈ ആൽവിയോളാർ മാക്രോഫേജസിന് എന്ത് കളർ ആവുന്നു, ഒരു ബ്രൗണിഷ് കളർ ആയിട്ട് മാറുന്നു ഡ്യൂ ടു അയൺ ബിൽഡപ്പ്. അപ്പൊ അയൺ ഉണ്ട് RBCക്കുള്ളിലെ അയൺ, അതിന്റെ ആ ഒരു അയണിന്റെ പ്രസൻസ് കാരണം എന്താണ് സംഭവിക്കുന്നത്, ഈ ആൽവിയോളാർ മാക്രോഫേജസ് എൻഗൾഫ് ചെയ്യുമ്പോൾ ആ മാക്രോഫേജിന്റെ കളർ മാറി ബ്രൗൺ കളറായിട്ട് മാറുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള ആൽവിയോളാർ മാക്രോഫേജസിനെ വിളിക്കുന്ന പേരാണ് ഹീമോസിഡറിൻ ലേഡൻ മാക്രോഫേജസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹാർട്ട് ഫെയിലിയർ സെൽസ്. ഈ ഹാർട്ട് ഫെയിലിയർ സെൽസ് കാണുന്നത് ലങ്സിലാണെന്ന് നമ്മൾ പെത്തോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡോക്ടർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാർട്ട് ഫെയിലിയർ സെൽസ് എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് കാണുന്നത്, ലങ്സിലാണ് കാണുന്നത്. അപ്പോൾ ലങ്സിൽ കാണുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറില് നമ്മൾ പറഞ്ഞു, ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറില് നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ലങ്സിലേക്ക് എല്ലാം ബാക്ക് ഫ്ലോ ചെയ്യുന്നു. നമ്മുടെ ബോഡിയിലേക്ക് സർക്കുലേഷൻ അയോട്ടയിലേക്ക് പ്രോപ്പർ ആയിട്ട് ഔട്ട്പുട്ട് പോകുന്നില്ല, പകരം ബാക്ക് ഫ്ലോ ചെയ്ത് എല്ലാം കൂടെ ലങ്സിലേക്ക് വന്ന് കൺജസ്റ്റഡ് ആയി കിടക്കുമ്പോൾ ലങ്സിന്റെ അകത്ത് പൾമണറി ഹൈപ്പർ ടെൻഷൻ, എഡിമ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നു. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്സ്, ലങ്സിൽ ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ കാപ്പിലറീസിലൊക്കെ ലങ്സിന്റെ ഒക്കെ കാപ്പിലറീസിലൊക്കെ ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ് പോകുന്നു. ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ് പോകുമ്പോൾ കാപ്പിലറീസിന്റെ വോൾ ഒന്ന് റപ്ചർ ആകുന്നു. റപ്ചർ ആകുമ്പോൾ ആ ബ്ലഡ് വന്ന് ആൽവിയോളയിലേക്ക് ലീക്ക് ചെയ്യുന്നു. അപ്പൊ ആൽവിയോളാർ മാക്രോഫേജസ് വന്ന് അതിനെ എൻഗൾഫ് ചെയ്യുന്നു. അപ്പോൾ അത് അയൺ ബിൽഡപ്പിന്റെ കാരണം കൊണ്ട് ബ്രൗണിഷ് കളറായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ആൽവിയോളാർ മാക്രോഫേജസിനെ വിളിക്കുന്ന പേരാണ് ഹീമോസിഡറിൻ ലേഡൻ മാക്രോഫേജസ്, ഓൾസോ നോൺ ആസ് ഹാർട്ട് ഫെയിലിയർ സെൽസ്. അപ്പൊ ഈ 2 പോയിന്റ് ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. ഹീമോസിഡറിൻ ലേഡൻ മാക്രോഫേജസ് ഈസ് കോൾഡ് ആസ് heart failure cells and the heart failure cells are seen in the lungs. അപ്പൊ ഇത് ഓർക്കുക. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഹാർട്ട് ഫെയിലിയർ സെൽസ് ആർ സീൻ ഇൻ ദ ലങ്സ്. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡഡ് ആണ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ലെഫ്റ്റ് സൈഡഡ് എല്ലാവർക്കും അതിൻ്റെ അകത്തെ സിസ്റ്റോളിക് കമ്പോണന്റ് ഓർക്കണം, ഡയസ്റ്റോളിക് കമ്പോണന്റ് ഓർക്കണം. സിസ്റ്റോളിക് കമ്പോണന്റ് എങ്ങനെയാണ്, പമ്പിംഗ് ഡിസ്ഫങ്ഷൻ കാരണമാണ്. പമ്പ് ചെയ്യണമെങ്കിൽ ആര് കൺട്രാക്ട് ചെയ്യണം, മയോകാർഡിയം കൺട്രാക്ട് ചെയ്യണം.
മയോകാർഡിയത്തിന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല, ആ കണ്ടീഷനാണ് ഇഷ്യേമിക് ഹാർട്ട് ഡിസീസ്. അതുണ്ടാവാനുള്ള കാരണം കൊറോണറി ആർട്ടറി അതറോസ്ക്ലെറോസിസ് ഓർ ദ പ്ലേക്ക് ബിൽഡപ്പ്. അപ്പം നമ്മുടെ മയോകാർഡിയത്തിന് പ്രോപ്പർ ആയിട്ട് ഓക്സിജനും ബ്ലഡും ഒന്നും കിട്ടുന്നില്ല, അപ്പൊ അതിന് ഫോഴ്സ്ഫുള്ളി കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു. പിന്നെ ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പിന്നെ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി, അത് പറഞ്ഞായിരുന്നു. ഹാർട്ടിന്റെ ചേംബർ നല്ല രീതിയിൽ കൂടുന്നു, അപ്പൊ കൂടുതലായിട്ട് പ്രീലോഡ് വന്ന് നിറയുന്നു, അപ്പൊ അവിടെ സ്ട്രെച്ച് മസിൽ വോൾസ് എല്ലാം സ്ട്രെച്ച് ആവുന്നു. മസിൽ വോൾസ് സ്ട്രെച്ച് ആകുമ്പോഴത്തേക്കും ഗ്രാജുവലി അത് ഫൈനലി അത് മസിൽ വോൾസ് തിന്നർ ആയിട്ട് മാറിയിട്ട് പിന്നെ അതിന്റെ ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടീസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിന്റെ ഡയസ്റ്റോളിക് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അതും ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പിന്നെ അയോട്ടിക് സ്റ്റീനോസിസ് ഉണ്ടായാലും പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഇജക്ട് ചെയ്യുന്നില്ല, പിന്നെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, അതായത് ഹാർട്ടിന്റെ വോള് തിൻ ആവുന്നതിന് പകരം ഹൈപ്പർട്രോഫി വന്ന് തിക്ക് ആവുകയാണ് ചെയ്യുന്നത്, അപ്പൊ ലെസ് ബ്ലഡ് മാത്രം വന്ന് ഫില്ല് ചെയ്യുന്നു, അതിനനുസരിച്ച് മാത്രം ഔട്ട്പുട്ട് പോകുന്നു. ഇനി അടുത്തത് റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി, ഈ സമയത്ത് ഹാർട്ടിന്റെ വോള് സ്റ്റിഫർ ആയിട്ട് മാറുന്നു, ലെസ് കോംപ്ലൈന്റ് ആയിട്ട് മാറുന്നു, അങ്ങനെ അതിന് പ്രോപ്പർ ആയിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ അതിനനുസരിച്ചുള്ള ബ്ലഡ് മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ, അതിനനുസരിച്ച് പുറത്തേക്ക് ബ്ലഡ് പോകുന്നു. പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ബ്ലഡ് പോകാത്തത് കൊണ്ട് ആ ബ്ലഡ് എല്ലാം ബാക്ക് ഫ്ലോ ചെയ്ത് ലങ്സിലേക്ക് വരുന്നു. ലങ്സിലേക്ക് വരുമ്പോഴത്തേക്കും പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു, പൾമണറി എഡിമ ഉണ്ടാവുന്നു, പൾമണറി കൺജഷൻ ഉണ്ടാവുന്നു, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവുന്നു. ഡിസ്നിയ, ഓർത്തോപ്നിയ, ക്രാക്കിൾസ് ഓൺ ഓസ്കൾട്ടേഷൻ ഡ്യൂ ടു എക്സ്ട്രാ ഫ്ലൂയിഡ് ഇൻ ദ ലങ്സ്. പിന്നെ പറഞ്ഞേക്കുന്നത് ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് നമ്മൾ പറഞ്ഞു അങ്ങനെ ലങ്സിന്റെ ക്യാപ്പിലറീസിൽ കൂടെയും എക്സ്ട്രാ ഫ്ലൂയിഡ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ക്യാപ്പിലറീസിന്റെ വോളിന്റെ റപ്ചറിന് കാരണമായിട്ട് മാറുന്നു. അങ്ങനെ ആൽവിയോളയിലേക്ക് ബ്ലഡ് ലീക്ക് ചെയ്ത് പോകുന്നു. ആൽവിയോളാർ മാക്രോഫേജസ് വന്ന് അതിൻ്റെ അകത്തെ RBCനെ എൻഗൾഫ് ചെയ്യുന്നു. അപ്പോൾ ആൽവിയോളാർ മാക്രോഫേജസ് ബ്രൗണിഷ് കളറായിട്ട് മാറുന്നു ഡ്യൂ ടു അയൺ ബിൽഡപ്പ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹീമോസിഡറിൻ ലാഡൻ മാക്രോഫേജസ്, ഓൾസോ നോൺ ആസ് ഹാർട്ട് ഫെയിലിയർ സെൽസ്. അപ്പൊ ഹാർട്ട് ഫെയിലിയർ സെൽസ് കാണപ്പെടുന്നത് ലങ്സിലാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ഇനി അടുത്തത് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഓഫൺ കോസ്ഡ് ബൈ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡബിൾ സർക്കുലേഷൻ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വീനക്കാവയുണ്ട്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊടുക്കുന്നു, അവിടെ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു, പൾമണറി ആർട്ടറി വഴി പൾമണറി സർക്കുലേഷനിലേക്ക് പൾമണറി വെയിൻ വഴി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ക്യാപ്പിലറീസിലേക്ക് ലങ്സിന്റെ ക്യാപ്പിലറീസിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ പൾമണറി ആർട്ടറി വഴിയാണ് പോകുന്നത്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴിയാണ് പോകുന്നത് ലങ്സിലേക്ക്. എന്നിട്ട് പൾമണറി വെയിൻസ് വഴി എങ്ങോട്ടേക്ക് കയറുന്നു, നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കയറുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾസിലേക്ക് പോകുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾസിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകുന്നു, അയോട്ടയിലേക്ക് പോയിട്ട് സിസ്റ്റമിക് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിലെ മുഴുവൻ പാർട്സിലേക്ക് സപ്ലൈ ചെയ്യും. വീണ്ടും ഇമ്പ്യൂർ ബ്ലഡ് വരുന്നു. അപ്പൊ ഇതാണ് ഡബിൾ സർക്കുലേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ പറയാം. അപ്പൊ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫൺ കോസ്ഡ് ബൈ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ലെഫ്റ്റ് സൈഡിന് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുക എന്ന് പറയുന്നതിലൂടെ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലെ വെൻട്രിക്കിൾസിന് പ്രോപ്പർ ആയിട്ട് അയോട്ടയിലേക്ക് ബ്ലഡിനെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ അയോട്ടയിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഇജക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ ബ്ലഡ് ബാക്കിലോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ഇവിടെ നിന്ന് പൾമണറി വെയിൻ ആണ്, ആർട്ടറി അല്ല, ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് തരാം. അപ്പം വെയിൻ വഴി എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മുടെ ലങ്സിലേക്ക് പോകുന്നു, പിന്നെ പൾമണറി ആർട്ടറിയിലേക്ക് കയറുന്നു. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ലങ്സിന് എന്തുണ്ടാവുന്നു, പൾമണറി ഹൈപ്പർ ടെൻഷൻ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ പൾമണറി ആർട്ടറി എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്, റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ പൾമണറി ആർട്ടറി ഓൾറെഡി ഹൈ ബ്ലഡ് ആയിട്ട് ഇങ്ങനെ ബ്ലഡിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഹൈ ബ്ലഡിനെ ഹോൾഡ് ചെയ്ത് പ്രഷർ കൂടുതലായിട്ട് നിൽക്കുമ്പം കൂടുതൽ ബ്ലഡിനെ ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ റൈറ്റ് വെൻട്രിക്കിൾ ഇങ്ങനെ ബ്ലഡിനെ പുഷ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ ബ്ലഡിനെ അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാവുന്നു. ഹൈപ്പർട്രോഫി അല്ല, അവിടെ ബ്ലഡ് വന്ന് നിറയുന്നു. അത് പിന്നീട് റൈറ്റ് ഏട്രിയത്തിനെ അഫക്ട് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തില് ഇവിടെയും റൈറ്റ് സൈഡഡ് ഫെയിലിയറും സംഭവിക്കുന്നു.
ഇതൊന്നും കൂടെ പറയാം. അതായത് നമ്മുടെ ഈ സർക്കുലേഷൻ ഓർക്കുക. അപ്പൊ ഈ നമ്മൾ പറഞ്ഞായിരുന്നു ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ എന്തിലേക്ക് ലീഡ് ചെയ്യും? റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ഓർക്കുക, ലെഫ്റ്റ് ഏട്രിയത്തിന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരുന്നു, അതിന് കുഴപ്പമില്ല. പക്ഷെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ടയിലേക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് പോകുന്നില്ല. അപ്പൊ അയോർട്ടയിലേക്ക് പോകാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ബ്ലഡ് ബാക്കിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അത് പൾമണറി വെയിൻ വഴി എങ്ങോട്ടേക്കാണ് പോകുന്നത്? ലങ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ലങ്സിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? അവിടെ നിന്ന് നമ്മുടെ പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്നു, അവിടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. അത് വന്ന് ചേരുന്നത് എവിടേക്കാണ്? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ് എത്തുന്നത്. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിന് കൂടുതൽ ബ്ലഡിനെ അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് കാരണം റൈറ്റ് വെൻട്രിക്കിളിനെയും അത് അഫക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അത് ഇത് ഇവിടെ നിന്നുള്ള കോഴ്സ് വന്നിട്ട് ഇവിടെ വന്നിട്ട് അഫക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയറിനെ ബൈ വെൻട്രിക്കുലാർ എന്ന് പറയാൻ കാരണം. അതായത് ഒരെണ്ണത്തിന് ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രാജുവലി അത് അടുത്തതിനെ അഫക്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഒരു കാരണം എന്ന് പറയുന്നത്. റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആണ്. അപ്പൊ ആ കാരണം മനസ്സിലായല്ലോ. ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ നിന്ന് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. But in this case, the heart failure is called as biventricular because both ventricles are equally affected. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാനുള്ള രണ്ടാമത്തെ റീസൺ ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ഐസൊലേറ്റഡ് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡഡിന്റെ ഫെയിലിയർ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഐസൊലേറ്റഡ് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടിങ് ആണ് ഇവിടുത്തെ കാരണം. ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടിങ്. നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലത്തെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ മസ്കുലേച്ചറിനാണ് കൂടുതൽ തിക്നെസ് ഉള്ളത് ദാൻ ദ റൈറ്റ് വെൻട്രിക്കിൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡി മുഴുവനിലേക്കാണ് സപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും ഫോഴ്സ്ഫുൾ കൺട്രാക്ഷൻ ഉണ്ടായാൽ മാത്രമേ മാക്സിമം ബ്ലഡിനെ ഇജക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ വോൾസ് ഒന്നും കൂടെ തിക്കർ ആയിട്ടായിരിക്കും കാണുന്നത് ദാൻ ദ റൈറ്റ് വെൻട്രിക്കിൾ. പക്ഷെ റൈറ്റ് വെൻട്രിക്കിളിന്റെ പൾമണറി ആർട്ടറി വഴി പൾമണറി സർക്കുലേഷനിലേക്ക് കൊണ്ടുപോയാൽ മതി. അതുകൊണ്ട് റൈറ്റ് വെൻട്രിക്കിളിന്റെ വോള് മറ്റേ ലെഫ്റ്റ് വെൻട്രിക്കിളിനേക്കാളും തിക്നെസ് കുറവായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് റൈറ്റ് സൈഡിലത്തെ പ്രഷർ എപ്പോഴും ഇവിടെ നമ്മൾ ഓർക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലെ പ്രഷർ കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. റൈറ്റ് അല്ല ലെഫ്റ്റ് സൈഡിലത്തെ പ്രഷർ കൂടുതലായിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം അത് സിസ്റ്റമിക് സർക്കുലേഷനിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതാണ് അവിടെ ഓർക്കേണ്ട പോയിന്റ്. അപ്പൊ ഇവിടുത്തെ പ്രഷർ കൂടുതലായതുകൊണ്ട് എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ബ്ലഡിന് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് എപ്പോഴാണ് ബ്ലഡ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഏട്രിയത്തിന്റെ ഇടയ്ക്കുള്ള സെപ്റ്റമാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. അതുപോലെ രണ്ട് വെൻട്രിക്കിളിന്റെ ഇടയ്ക്കുള്ള സെപ്റ്റമാണ് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. ഈ സെപ്റ്റത്തിന് ഡിഫക്റ്റ് ഉണ്ടാവുന്ന കണ്ടീഷൻസ് നമുക്കറിയാം. അതിനെയാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. അത് നമ്മൾ ഫീറ്റൽ സർക്കുലേഷന് അത് പഠിക്കാനുണ്ട്. അത് നമ്മൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ ഇവിടെ ഇത്ര ഓർക്കുക, ഈ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതായത് ഇതിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്. അതാണ് ആ ഡിഫക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ പ്രഷർ കൂടുതലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് ഈ ഒരു സെപ്റ്റൽ ഡിഫക്റ്റ് വഴി മൂവ് ചെയ്യുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക്. അതേപോലെ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടായാലും ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടിങ് നടക്കുന്നുണ്ട്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പോകുന്നു. ബിക്കോസ് പ്രഷർ ഗ്രേഡിയന്റ് അനുസരിച്ച് ഇവിടുത്തെ ഈ സൈഡിലത്തെ പ്രഷർ എപ്പോഴും കൂടുതലായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഷണ്ടിങ് നടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഷണ്ടിങ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ ബ്ലഡ് എല്ലാം ഇങ്ങോട്ടേക്ക് പോയിട്ട് ഈ സൈഡ് ഹൈപ്പർട്രോഫീഡ് ആയിട്ട് ഈ സൈഡിന് എന്ത് ചെയ്യുന്നു? ഈ സൈഡ് ഫെയിലിയർ ആയിട്ട് മാറുന്നു, റൈറ്റ് സൈഡ് ഫെയിലിയർ ആയിട്ട് മാറുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഐസൊലേറ്റഡ് റൈറ്റ് സൈഡഡ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ഇൻ ഐദർ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ഓർ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. അത് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകാൻ കാരണം ലെഫ്റ്റ് സൈഡിന്റെ പ്രഷർ കൂടുതലാണ്. കാരണം അത് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ഇജക്ട് ചെയ്യുന്നത് കൊണ്ട് ലെഫ്റ്റ് സൈഡിലത്തെ പ്രഷർ കൂടുതലാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ റീസൺ ഓഫ് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. അപ്പൊ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ക്യാൻ ലീഡ് ടു റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. അത് നമ്മൾ ബാക്ക്വേർഡ് ഫ്ലോ വെച്ചിട്ട് പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞത് ഐസൊലേറ്റഡ് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ഇതുണ്ടാവാനുള്ള കാരണം ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടിങ് ആണ്. അത് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് വഴിയും ഉണ്ടാകാം, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് വഴിയും ഉണ്ടാകാം. അപ്പൊ ഇത്രയാണ് അതിന്റെ കൺസെപ്റ്റ്.
ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ക്രോണിക് ലങ് ഡിസീസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്രോണിക് ലങ് ഡിസീസ് എന്താ നോക്കാം. ക്രോണിക് ലങ് ഡിസീസിൽ പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് ഹാർഡർ ടു എക്സ്ചേഞ്ച് ഓക്സിജൻ, ഇറ്റ് റിസൾട്ട് ഇൻ ഹൈപ്പോക്സിയ. ക്രോണിക് ലങ് ഡിസീസിൽ ഇത് ലങ്സിന്റെ കാര്യം ഓർക്കുക. ലങ്സിന് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ ഒന്നും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് പോകുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പൾമണറി ആർട്ടീരിയോൾസ് കൺസ്ട്രിക്ട് ഇൻ റെസ്പോൺസ് ടു ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൾമണറി ആർട്ടറിയുടെ പ്രഷർ കൂടുന്നു. അതായത് കൂടുതൽ ഓക്സിജൻ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ പമ്പിങ്ങും കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ, കൺസ്ട്രക്ട് ചെയ്താൽ മാത്രമേ ആ ഹൈപ്പോക്സിയ മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. പൾമണറി ആർട്ടറി ആണല്ലോ നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുപോയിട്ട് ഡി ഓക്സിജനേഷൻ നടത്തിയിട്ട് പൾമണറി വെയിൻസ് വഴി ഓക്സിജനേറ്റഡ് ബ്ലഡിനെ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ പൾമണറി ആർട്ടീരിയോൾസിന് ടെൻഷൻ കൂടുന്നു. അങ്ങനെ അത് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പൾമണറി ബ്ലഡ് പ്രഷർ കൂടുന്നു. പൾമണറി ആർട്ടറിയുടെ ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത് നോർമലി ആരെ അഫക്ട് ചെയ്യും? റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിനെ അഫക്ട്. ഇറ്റ് മേക്സ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ടു പമ്പ് എഗെയിൻസ്റ്റ്. അപ്പൊ അത് ആ പിക്ചർ വെച്ചിട്ടൊന്ന് പറയാം. അപ്പൊ ഈ ഡബിൾ സർക്കുലേഷന്റെ ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പൾമണറി ആർട്ടറി, ഈ വരുന്നതാണ് പൾമണറി ആർട്ടറി. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറയുന്ന സമയത്ത് നമ്മുടെ പൾമണറി ആർട്ടീരിയോൾസ് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ പൾമണറി ആർട്ടീരിയോൾസിന് ആർട്ടറീസിന് എന്ത് സംഭവിക്കുന്നു? ഹൈപ്പർ ടെൻഷൻ സംഭവിക്കുന്നു. അപ്പൊ നല്ല ഹൈപ്പർ ടെൻഷൻ ആയിട്ടിരിക്കുന്ന ആളുടെ അടുത്തേക്ക് കൂടുതൽ ബ്ലഡിനെ പമ്പ് ചെയ്യാൻ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിന് പറ്റത്തില്ല. അങ്ങോട്ടേക്ക് ബ്ലഡിനെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഹൈ പ്രഷറിൽ ഇരിക്കുകയാണ്. പ്രഷർ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ബ്ലഡ് ഫ്ലോ ചെയ്യത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ ഉള്ളിലെ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്കും റൈറ്റ് ഏട്രിയത്തിലേക്കും ബ്ലഡ് വന്ന് നിറയുന്നു. അങ്ങനെ റൈറ്റ് സൈഡിന് ഫെയിലിയർ ഉണ്ടാവും. അതാണ് ക്രോണിക് ലങ് ഡിസീസ് കാരണം ഉണ്ടാകുന്ന റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ഈ ക്രോണിക് ലങ് ഡിസീസ് കാരണം ഉണ്ടാകുന്ന റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, കോർ പൾമണൈൽ. അതാണ് കോർ പൾമണൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും കൂടെ പറയാം. നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പൾമണറി ആർട്ടീരിയോൾസ് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. അത് ഹൈപ്പർ ടെൻസീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് റൈറ്റ് വെൻട്രിക്കിളിന് പ്രോപ്പർ ആയിട്ട് അങ്ങോട്ടേക്ക് പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ പ്രഷർ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബാക്ക് ഫ്ലോ നടന്നിട്ട് റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. അങ്ങനെ റൈറ്റ് സൈഡിന് ഫെയിലിയർ ഉണ്ടാവുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത്, അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇറ്റ് ലീഡ്സ് ടു റൈറ്റ് സൈഡഡ് ഹൈപ്പർട്രോഫി ആൻഡ് ഹാർട്ട് ഫെയിലിയർ. When the chronic lung disease leads to right sided heart failure, it is called as core pulmonale. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് കോർ പൾമണൈൽ. അപ്പൊ നമ്മള് പൊതുവേ ഉള്ള കാര്യം ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുമ്പോഴും റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുമ്പോഴും എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആരെയൊക്കെയാണത് ബാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പൊ അതെങ്ങനെയാ വരുന്നതെന്ന് ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. അതായത് ഈ ഒരു ഫിഗറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിന് ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ അയോട്ടയിലേക്ക് പ്രോപ്പർ ആയിട്ട് പമ്പിങ് നടക്കത്തില്ല, ഔട്ട്പുട്ട് കുറവായിരിക്കും. അപ്പൊ ബ്ലഡ് എങ്ങോട്ടേക്ക് പോകുന്നു? ബാക്ക് ഫ്ലോ ചെയ്യുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയയിലേക്ക് പോയിട്ട് ലങ്സിലേക്കാണ് പോകുന്നത്. അപ്പം ഈ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഓൾവേസ് പ്രൊഡ്യൂസസ് സിംറ്റംസ് റിലേറ്റഡ് ടു ലങ്സ്. അപ്പൊ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലങ്സിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന സിംറ്റംസ് ആണ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ കാരണം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഓർക്കുക, ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ മുന്നോട്ട് ബ്ലഡ് പോകത്തില്ല, അയോട്ടയിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് ബാക്ക്വേർഡ് ഫ്ലോ ചെയ്തിട്ട് പൾമണറി വെയിൻ വഴി നമ്മുടെ ലങ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ ലങ്സിലെ കൺജഷൻ എല്ലാം കാര്യങ്ങളും കൂടുന്നു. അങ്ങനെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും. അതാണ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിന്റെ സിംറ്റംസ്. പക്ഷേ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ സംഭവിക്കുന്ന എന്താണ്? റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പൾമണറി ആർട്ടറിയിലേക്കാണ് ബ്ലഡ് പോകുന്നത്. പക്ഷേ റൈറ്റ് സൈഡഡ് ഫെയിലിയറിൽ എന്താണ് സംഭവിക്കുന്നത്? പൾമണറി ആർട്ടറിയിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് പകരം ബ്ലഡ് ബാക്ക്വേർഡ് ഫ്ലോ ചെയ്യുന്നു. ബാക്ക്വേർഡ് ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മുടെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ വഴി നമ്മുടെ ബോഡിയിലേക്കാണ് ബാക്ക്വേർഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ആ ഫ്ലൂയിഡ് വന്ന് നിറയുന്നു. അങ്ങനെ എഡിമ കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലാണ്, ബോഡിയുടെ ബാക്കി ഭാഗത്തായിരിക്കും, ലിവർ, സ്പ്ലീൻ, അങ്ങനെ നമ്മുടെ ലെഗിലൊക്കെ എഡിമ ഒക്കെ ഉണ്ടാവുന്നത് ഈ റൈറ്റ് സൈഡഡ് ഫെയിലിയർ കാരണമാണ്. കാരണം ഇത് ബാക്ക്വേർഡ് ഫ്ലോ ചെയ്തിട്ട്
വീനക്കാവ വഴി നമ്മുടെ ബോഡി പാർട്സിലേക്കാണ് പോകുന്നത്, ബാക്ക്വേർഡ്. ഏതുവഴിയാണോ വന്നത് അതുവഴി തിരിച്ചു പോവാണ് ബ്ലഡ്. അപ്പൊ ആ പോയ സ്ഥലത്തൊക്കെ എഡിമ ഉണ്ടാവുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലങ്സ് ആണ് ഇതിനെ സപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് ബാക്ക്വേർഡ് ഫ്ലോ ചെയ്യുമ്പോൾ ലങ്സിലാണ് എഡിമ ഉണ്ടാവുന്നത്. ലെഫ്റ്റ് സൈഡഡ് ഫെയിലിയർ അഫക്ട്സ് ലങ്സ് ആൻഡ് റൈറ്റ് സൈഡഡ് ഫെയിലിയർ അഫക്ട്സ് ദ ബോഡി. അപ്പൊ ആ ഒരു പോയിന്റ് ഓർക്കുക. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വിത്ത് ദ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ the blood gets backed up into the lungs. When the right sided heart failure, the blood gets back into the body. So the patients have congestion in the systemic circulation. Systemic circulation ലാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ നമുക്കറിയാം റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് ഇന്നലെ പഠിച്ച ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ ഉണ്ടാവും. കാരണം വീനക്കാവ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏതുവഴിയാണ്? ജുഗുലാർ വെയിൻ ഒക്കെ വഴി നമ്മുടെ വന്നിട്ടുണ്ട് ബ്ലഡ്. അപ്പൊ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ജുഗുലാർ വെയിനിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ദാറ്റ് ഈസ് ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ ഈസ് വൺ ഓഫ് ദ കോമണസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ഹിയർ ദ ജുഗുലാർ വെയിൻ വിച്ച് ബ്രിങ്സ് ബാക്ക് ബ്ലഡ് ടു ദ ഹാർട്ട് ടേക്സ് മോർ ബ്ലഡ് ആൻഡ് ബിക്കംസ് എൻലാർജ്ഡ് ആൻഡ് ഡിസ്റ്റൻഡഡ് ഇൻ ദ നെക്ക്. അപ്പൊ അത് ഓർക്കുക, ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഓർക്കുക. അതായത് റൈറ്റ് വെൻട്രിക്കിൽ നിന്നുള്ള ബ്ലഡ് റൈറ്റ് ഏട്രിയ വഴി വീനക്കാവ വഴി ബാക്കിയുള്ള ബോഡിയിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ ജുഗുലാർ വെയിനിലും അത് എത്തിച്ചേരുന്നു. അങ്ങനെ ജുഗുലാർ വെയിനിന് അതിന്റെ റിഫ്ലക്ഷൻ കാണിക്കുന്നു, അത് എൻലാർജ്ഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇനി അടുത്തത് നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഓൾസോ ദ ബ്ലഡ് ബാക്സ് അപ്പ് ഇൻ ടു ദ ലിവർ. അപ്പൊ റൈറ്റ് സൈഡ് നമ്മൾ പറഞ്ഞായിരുന്നു ബോഡിയിലേക്കാണ് പോകുന്നത്. ബോഡിയുടെ പല പാർട്സിൽ ചെന്നിട്ട് ഫ്ലൂയിഡ് വന്നങ്ങ് നിറയുന്നു, എഡിമ ഉണ്ടാക്കുന്നു. അപ്പൊ ബ്ലഡ് ബാക്സ് അപ്പ് ഇൻ ദ ലിവർ and spleen and fluid can move into the interstitial spaces within those organs and they can be enlarged, called as hepatosplenomegaly, which is painful. അപ്പൊ ഇങ്ങനെയാണ് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ ആ ബാക്ക്വേർഡ് ആ ബ്ലഡ് എല്ലാം പോയിട്ട് ഈ ഓർഗൻസിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാക്കുന്നു. അപ്പൊ ലിവറിലും സ്പ്ലീനിലും ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടാകുമ്പോൾ ഹെപ്പറ്റോസ്പ്ലീനോമെഗലി ഉണ്ടാകുന്നു. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലിവറിലേക്കും കൺജഷൻ ഉണ്ടാക്കുന്നു. ഡ്യൂ ടു പ്രൊലോങ്ഡ് കൺജഷൻ പേഷ്യന്റ് മേ ഡെവലപ്പ് സിറോസിസ് ആൻഡ് ലിവർ ഫെയിലിയർ. അപ്പം ഈ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ കാരണം ഉണ്ടാകുന്ന ലിവർ ഫെയിലിയറിനെ കാർഡിയാക് സിറോസിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രൊലോങ്ഡ് കൺജഷൻ കാരണം ഈ ബോഡിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലിവറിലും സ്പ്ലീനിലും എല്ലാം അഫക്ട് ചെയ്യുന്നു. അപ്പൊ ലിവറിൽ കാർഡിയാക് സിറോസിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി നമ്മുടെ പെരിട്ടോണി ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ പെരിട്ടോണിയത്തിന്റെ അകത്ത് എന്തായാലും ഫ്ലൂയിഡ് കയറി പോകും, കാരണം ബോഡി പാർട്സിലേക്കാണല്ലോ റിവേഴ്സ് ബാക്ക്വേർഡ് ഫ്ലോ നടക്കുന്നത്. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് നമ്മുടെ ലിവറിലും സ്പ്ലീനിലും അങ്ങനെ പെരിട്ടോണിയൽ സ്പേസസിലും എല്ലാം മൂവ് ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? അസൈറ്റീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. അതുപോലെ പിറ്റിംഗ് എഡിമ ഇൻ ദ ലെഗ്സ്. അതിനോടൊപ്പം എന്താണ് സംഭവിക്കുന്നത്? കാലിലോട്ടൊക്കെ പോകുന്നുണ്ട്, എല്ലാ ബോഡി പാർട്സിലേക്കും പോവുകയാണ്. അപ്പൊ കാലിൽ പോകുമ്പോൾ നമുക്ക് പിറ്റിംഗ് എഡിമ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ ഹാർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാർക്ക് കാലിലൊക്കെ പിറ്റിംഗ് എഡിമ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ആ ഫിഗറും കൂടെ നോക്കിയിട്ട് പോവാം. ഇതാണ് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. കണ്ടോ, ലങ്സുമായിട്ട് റിലേറ്റഡ് ആയി ലങ്സിന്റെ പിക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ബാക്ക്വേർഡ് ഫ്ലോ, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയ വഴി ലങ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഡിസ്നിയ, ഓർത്തോഗ്നിയ അങ്ങനത്തെ ഓരോരോ കണ്ടീഷൻസ് ആയിരിക്കും. ക്രാക്കിൾസ്, അങ്ങനത്തെ പൾമണറി കൺജഷൻ, പൾമണറി പ്രഷർ എല്ലാം കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. എക്സേഷണൽ ഡിസ്നിയ. കണ്ടോ, ലങ്സിന്റെ സിംറ്റംസ് ആണ് ഇങ്ങനെയുള്ള പേഷ്യൻസ് കാണിക്കുന്നത്. പക്ഷേ റൈറ്റ് സൈഡഡ് ഫെയിലിയർ ഉള്ള പേഷ്യന്റിന്റെ ലിവർ എൻലാർജ്ഡ് ആയിരിക്കും, അതുപോലെ സ്പ്ലീൻ എൻലാർജ്ഡ് ആയിരിക്കും. അതിന്റെ പിക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലെഗിലാണെങ്കിൽ ഡിപ്പെൻഡന്റ് എഡിമ കാണുന്നുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ കണ്ടീഷൻസ് ആയിരിക്കും റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കോർ പൾമണയിൽ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിന്റെ ഒരു കോസ് ആണ് ക്രോണിക് ലങ് ഡിസീസ്. അപ്പൊ ക്രോണിക് ലങ് ഡിസീസ് കാരണം റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് കോർ പൾമണയിൽ. അപ്പൊ ഇത്രയും ഈ പിക്ക് വെച്ചിട്ട് മനസ്സിലാവാൻ പറ്റും. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് അപ്പൊ അസൈറ്റീസ് ഉണ്ടാവുന്നു, അതുപോലെ ലെഗില് പിറ്റിംഗ് എഡിമ ഉണ്ടാവാനുള്ള കാരണമാണ്. അപ്പൊ പിറ്റിംഗ് എഡിമ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇങ്ങനെ ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യന്റിനാണ് ഈ ഒരു ഹാർട്ട് ഫെയിലിയർ, റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുന്നെങ്കിൽ അവരെപ്പോഴും ആ കിടക്കുന്ന പൊസിഷൻ ആയിരിക്കും. അപ്പൊ അവരുടെ സാക്രൽ റീജിയൻസിലായിരിക്കും എഡിമ ഉണ്ടാവുന്നത്. അപ്പൊ അതും കൂടി ഓർക്കണം, ആ ഒരു പോയിന്റും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ പിറ്റിംഗ് എഡിമ ഇൻ ദ ലെഗ്. ഇനി അടുത്തത് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് പറയുമ്പോഴത്തേക്കും BNP എലിവേറ്റഡ് ആയിട്ടായിരിക്കും. ബ്രെയിൻ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ് ഈസ് എലിവേറ്റഡ് ഇൻ ദ ഹാർട്ട് ഫെയിലിയർ ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രൊഗ്നോസ്റ്റിക് മാർക്കർ and it is useful in differentiating the heart failures from other causes of breathlessness or the peripheral edema.
അപ്പം ഈ ഒരു ഹാർട്ട് ഫെയിലിയറിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ BNP എലിവേറ്റഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻസിൽ പറഞ്ഞിരിക്കുന്നത് BNP എലിവേറ്റഡ് ആയിരിക്കും. അത് ഒരു ഇമ്പോർട്ടന്റ് പ്രൊഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറാണ്. പിന്നെ അടുത്തതായിട്ട് ചെസ്റ്റ് എക്സ്റേ എന്ന് പറഞ്ഞാൽ വാസ്കുലാരിറ്റി ഓഫ് ദ ലങ് ഫീൽഡ്സ് ബിക്കംസ് മോർ പ്രോമിനന്റ്. ലങ് ഫീൽഡുകളുടെ വാസ്കുലാരിറ്റി ഭയങ്കര പ്രോമിനന്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അത് നമ്മൾ 2 ഹാർട്ട് ഫെയിലിയറിന്റെ കൂടെ ഒന്നിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് പറയുന്നത്. അപ്പൊ ലങ് ഫീൽഡ്സിന്റെ വാസ്കുലാരിറ്റി ഇൻക്രീസ്ഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ആർട്ടറീസ് ഒക്കെ ഡൈലേറ്റഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. സബ്സിക്വന്റ്ലി ഇന്റർസ്റ്റീഷ്യൽ എഡിമ കാണുന്നു. ഇന്റർസ്റ്റീഷ്യൽ എഡിമ കാണിക്കുന്നത് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ഇൻ ദ കോസ്റ്റോഫ്രെനിക് ആംഗിൾസ്. കോസ്റ്റോഫ്രെനിക് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ കാർട്ടിലേജസും ഡയഫ്രോം കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ അവിടെ ആയിട്ട് ഹൊറിസോണ്ടൽ ലൈൻസ് കാണുന്നുണ്ട് ഈ ഇന്റർസ്റ്റീഷ്യൽ എഡിമ ഉണ്ടാവുമ്പോൾ. അതിനെ വിളിക്കുന്ന പേരാണ് കർലി ബി ലൈൻസ്. അപ്പൊ BNP എലിവേറ്റഡ് ആണെന്ന് ഓർക്കുക. അതുപോലെ കർലി ബി ലൈൻസ് ഓർക്കുക. അത് കാണിക്കുന്നത് ഇന്റർസ്റ്റീഷ്യൽ എഡിമേനെയാണ്. ഇത്രയാണ് നമുക്ക് ഹാർട്ട് ഫെയിലിയറിനെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഹാർട്ട് ഫെയിലിയർ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയാക് ഔട്ട്പുട്ട് പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല, അതാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഓക്സിജൻ ഒന്നും പ്രോപ്പർ ആയിട്ട് സപ്ലൈ നടക്കുന്നില്ല. അതിന്റെ കീ കൺസെപ്റ്റ് ഓർക്കുക. സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ട്രോക്ക് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രീലോഡ്, ആഫ്റ്റർ ലോഡ്, മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. പ്രീലോഡ് എന്താണെന്ന് ഓർക്കുക. അതായത് ഇജക്ട് ചെയ്യുന്നതിന് മുന്നേ വെൻട്രിക്കിൾസിൽ കാണുന്ന ബ്ലഡ്. ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞാൽ ഇജക്ട് ചെയ്തതിന് ശേഷം റിമെയിൻ ചെയ്യുന്ന ബ്ലഡ് ആണ് ആഫ്റ്റർ ലോഡ്. ഇജക്ഷൻ ഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ബ്ലഡ് ആണോ നമ്മുടെ വെൻട്രിക്കിൾസിൽ നിന്ന് പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നത് അതിന്റെ പെർസെന്റേജിനെ വിളിക്കുന്ന പേരാണ് ഇജക്ഷൻ ഫ്രാക്ഷൻ. അപ്പൊ പെർസെന്റേജ് നോർമൽ എന്ന് പറഞ്ഞാൽ 50 to 70% ആണ്. അപ്പൊ ഇജക്ഷൻ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ബ്ലഡ് ആണോ പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിൽഡ് ബ്ലഡ്, ഫില്ല് ചെയ്യപ്പെട്ട ടോട്ടൽ ബ്ലഡ്, അത് രണ്ടുകൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ഇജക്ഷൻ ഫ്രാക്ഷൻ കിട്ടുന്നു. ഇനി ഈ ഒരു സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിന്റെ കേസിൽ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ ഇംപീഡഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ വെൻട്രിക്കിളിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഇജക്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്തായിരിക്കും? ഇജക്ട് ചെയ്യുന്ന ബ്ലഡ് 60ക്ക് പകരം 30 ആണ് ഇജക്ട് ചെയ്യുന്നത്. പക്ഷെ ഫില്ല് ചെയ്യപ്പെടുന്ന ബ്ലഡ് നോർമൽ ആണ്. അങ്ങനെ നോക്കുമ്പോൾ 30% ആയിരിക്കും. അപ്പൊ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൽ ഇജക്ഷൻ ഫ്രാക്ഷൻ ലെസ് ദാൻ നോർമൽ ആയിരിക്കും കാണിക്കുന്നത്, ലെസ് ദാൻ 50 ആയിരിക്കും കാണിക്കുന്നത്. അതാണ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇജക്ഷൻ ഫ്രാക്ഷൻ നോർമൽ ആയിരിക്കും, പക്ഷെ ബ്ലഡിന്റെ ഔട്ട്പുട്ട് റെഡ്യൂസ്ഡ് ആയിരിക്കും. കാരണം ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിലെ വെൻട്രിക്കിൾസ് പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്യുന്നില്ല. അതായത് 100ന് പകരം ഇപ്പൊ 50 ആണ് വന്ന് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇജക്ട് ചെയ്യുന്ന ബ്ലഡ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. മുഴുവൻ ഇജക്ട് ചെയ്യാത്തത് കൊണ്ട് 30 ആണ് ഇജക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഫ്രാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് നോർമൽ ആയിരിക്കും, പക്ഷെ ഔട്ട്പുട്ട് കുറവായിരിക്കും. പിന്നെ ഇജക്ഷൻ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറും ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറും ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹാർട്ട് ഫെയിലിയറിനെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് വിളിക്കാൻ കാരണം ലങ്സിനെ അത് കൺജഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. പിന്നെ പറഞ്ഞേക്കുന്നത് ഫ്രാങ്ക് സ്റ്റാർലിംഗ് മെക്കാനിസം. അതെന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വോളിയവും എൻഡ് ഡയസ്റ്റോളിക് വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുമാത്രം ബ്ലഡ് ആണോ പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് വോളിയം. എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ബ്ലഡ് ആണോ ഫില്ല് ചെയ്ത് കാണുന്നത്, ഇജക്ഷന് തൊട്ട് മുന്നേ ഫില്ല് ചെയ്ത് കാണുന്നത്, അതാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. അപ്പം the law states that the stroke volume of the heart increases in response to increased volume of blood in the ventricles. വെൻട്രിക്കിൾസിൽ എന്തുമാത്രം ബ്ലഡ് വന്ന് നിറയുന്നോ അത്രത്തോളം പവർഫുൾ ആയിട്ട് കൺട്രാക്ട് ചെയ്തിട്ട് അത്രത്തോളം സ്ട്രോക്ക് വോളിയം ഉണ്ടാവും. അപ്പൊ ഹാർട്ട് ഫെയിലിയർ തന്നെ റൈറ്റ് ലെഫ്റ്റ് പിന്നെ ബോത്ത് വെൻട്രിക്കിൾസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിന്റെ അത് റൈറ്റ് സൈഡിന്റെ അകത്തും നമുക്ക് സിസ്റ്റോളിക് കമ്പോണന്റും ഉണ്ട് ഡയസ്റ്റോളിക് കമ്പോണന്റും ഉണ്ട്. ലെഫ്റ്റ് സൈഡഡിന്റെ സിസ്റ്റോളിക് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ പമ്പിംഗ് ഡിസ്ഫങ്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞത് മയോകാർഡിയത്തിന് ഡാമേജ് ഉണ്ടാവുന്നു. മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ ഇഷീമിക് ഹാർട്ട് ഡിസീസ് ആണ്. അതുണ്ടാവാൻ കാരണം കൊറോണറി ആർട്ടറി അതെറോസ്ക്ലെറോസിസ് ആണ്. അത് കാരണം പ്രോപ്പർ ആയിട്ട് മയോകാർഡിയത്തിന് ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല. അങ്ങനെ അതിന് പ്രോപ്പർ ആയിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി. ഇവിടെയും ചേംബർ നല്ല രീതിയിൽ വികസിക്കുകയാണ് ചെയ്യുന്നത്. വികസിച്ച് എന്താണ് നല്ല രീതിയിൽ പ്രീലോഡ് കൂടുന്നു. അതിനനുസരിച്ച് എന്താണ് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്തിട്ട് കൺട്രാക്ഷൻ സ്ട്രെങ്തും കൂടുന്നു. പക്ഷേ ഗ്രാജുവലി അത് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിലേക്കാണ്. അതിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറയുന്നു, മാറുന്നു. തിന്നറായിട്ട് മാറുമ്പോൾ ഇലാസ്റ്റിസിറ്റി പോയിട്ട് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നു. പിന്നെ ഡയസ്റ്റോളിക് കമ്പോണന്റിനകത്തും ലോങ് സ്റ്റാൻഡിങ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അയോട്ടിക് സ്റ്റീനോസിസ് ഉണ്ട്, പിന്നെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. ഇവിടെ ഹൈപ്പർട്രോഫിഡ് ആവുകയാണ് ചെയ്യുന്നത് മസിൽസ്. അപ്പൊ അത്രയും സ്പേസേ കിട്ടുന്നുള്ളൂ ഫില്ല് ചെയ്യാൻ. റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതിയിൽ
അത് ഓൾറെഡി കാണുന്ന ബോള് സ്റ്റിഫർ ആയിട്ട് മാറുന്നു. അപ്പൊ അത് ഇലാസ്റ്റിക് ആവത്തില്ല. അതുകൊണ്ട് ആ സ്റ്റിഫർ ആയിട്ടുള്ള ഒരു ഇതിൽ ഫില്ല് ചെയ്യുന്നത് അത്രേ ബ്ലഡ് ഫില്ല് ചെയ്യത്തുള്ളൂ. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ലങ്സിലേക്ക് ബാക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും പൾമണറി ആർട്ടറി ഹൈപ്പർടെൻഷനും പൾമണറി എഡിമയും കൺജഷനും ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ റിലേറ്റഡ് സിംറ്റംസ് ഡിസ്നിയ, ഓർത്തോപ്നിയ, ക്രാക്കിൾസ് ഓൺ ഓസ്കൾട്ടേഷൻ ഇതുണ്ടാവുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ഹാർട്ട് ഫെയിലിയർ സെൽസിന്റെ കാര്യം ഓർക്കുക. അതായത് കാപ്പിലറീസ് റപ്ചർ ആവുമ്പോഴത്തേക്കും ആൽവിയോളാർ മാക്രോഫേജസ് ആ RBCനെ എന്ത് ചെയ്യുന്നു, എൻഗൾഫ് ചെയ്യുമ്പം അത് ബ്രൗൺ കളർ ആയിട്ടുള്ള ആൽവിയോളാർ മാക്രോഫേജസ് ആയിട്ട് മാറുന്നു ഡ്യൂ ടു അയൺ ബിൽഡപ്പ്. അതിനെ വിളിക്കുന്ന പേര് ഹീമോസിഡറിൻ ലേഡൻ മാക്രോഫേജസ് എന്നാണ്, നോൺ ആസ് ഹാർട്ട് ഫെയിലിയർ സെൽസ് കാണുന്നത് ലങ്സിലാണ്. പിന്നെ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബാക്കിലേക്ക് വന്ന വഴിയെ തിരിച്ച് എങ്ങോട്ടേക്ക് പോകുന്നു, പൾമണറി ആർട്ടറി വഴി നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോയി റൈറ്റ് സൈഡിനെയും ബാധിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കോസ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. അത് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട്, അങ്ങനെ സെപ്റ്റൽ ഡിഫക്ട് കാരണം ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ഉണ്ടാകുന്നു. അങ്ങനെ റൈറ്റ് സൈഡിന് ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നു. പിന്നെ ക്രോണിക് ലങ് ഡിസീസ്, ഇതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ഹൈപ്പോക്സിയ ഉണ്ടാവുന്ന കണ്ടീഷനിൽ ഹൈപ്പോക്സിയ മാറ്റാൻ വേണ്ടിയിട്ട് പൾമണറി ആർട്ടറീസ് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. എങ്കിൽ മാത്രമേ ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡിനെ ലങ്സിലേക്ക് കൊടുത്തിട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേഷൻ നടത്തിയിട്ട് പ്യുവർ ബ്ലഡിനെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മള് പൾമണറി ആർട്ടറിയുടെ ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ കൂടുന്നു. പൾമണറി ആർട്ടറിയുടെ ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിന് റൈറ്റ് വെൻട്രിക്കിളിന് കൂടുതൽ ബ്ലഡ് അങ്ങോട്ട് പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് പമ്പ് ചെയ്യേണ്ട സ്ഥലത്തിന് ഓൾറെഡി ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് നിൽക്കുകയാണ്. അപ്പൊ റൈറ്റ് സൈഡഡ് ഹൈപ്പർട്രോഫിയും ഹാർട്ട് ഫെയിലിയറും ഉണ്ടാവുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് വെൻ ദ ക്രോണിക് ലങ് ഡിസീസ് ലീഡ്സ് ടു റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ഇറ്റ് ഈസ് കോൾഡ് സ്കോർ പൾമണയിൽ. പിന്നെ അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിന്റെ കേസിൽ ബ്ലഡ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ലങ്സിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ എന്താണ് സംഭവിക്കുന്നത്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് അതുവഴി സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വിനക്കാവ വഴി നമ്മുടെ ബോഡിയിലേക്കാണ് തിരിച്ചു പോകുന്നത്, സിസ്റ്റമിക് സർക്കുലേഷനിലേക്കാണ് തിരിച്ചു പോകുന്നത്. അപ്പം ഇത്രയും ഓർത്താൽ മതി. ഹാർട്ട് ഹെൽത്തി ആണെങ്കിൽ ഫോർവേഡ് ആയിട്ടായിരിക്കും ബ്ലഡ് പോകുന്നത്. അതായത് നോർമലായിട്ട് എന്തിലേക്കാണ്, അയോട്ട വഴി എല്ലാ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും നോർമൽ ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് പോകേണ്ടത്. പക്ഷെ ഹാർട്ടിന്റെ ഫെയിലിയർ ഉണ്ടാവുന്ന സമയത്ത് ഫോർവേഡ് ഫ്ലോ ചെയ്യേണ്ടതിന് പകരം ബാക്ക്വേർഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇംപ്യൂർ ബ്ലഡ് വീണ്ടും നമ്മുടെ ബോഡിയിലേക്കും അതുപോലെ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലങ്സിലേക്കും റൈറ്റ് സൈഡിൽ നിന്ന് ബോഡിയിലേക്കും തിരിച്ചു പോകുന്നത്. അപ്പം റൈറ്റ് സൈഡിൽ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ ഉണ്ടാവുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്സിലും പോയിട്ട് ഫ്ലൂയിഡ് അക്യൂമുലേറ്റ് ചെയ്യുന്നു. ലിവറിലും സ്പ്ലീനിലും ഒക്കെ പോകുമ്പോൾ ഹെപ്പറ്റോസ്പ്ലീനോമെഗലി ഉണ്ടാവുന്നു. ലിവറിൽ ലിവർ ഫെയിലിയർ ഉണ്ടാക്കുന്നു. അതിനെ കാർഡിയാക് സിറോസിസ് എന്നും പറയുന്നു. പിന്നെ പെരിട്ടോണിയൽ സ്പീസിസിൽ എന്ന് പറയുമ്പോൾ അസൈറ്റീസ് ഉണ്ടാവുന്നു. പിന്നെ ലെഗിലൊക്കെ പിറ്റിംഗ് എഡിമ ഉണ്ടാവുന്നു. പിന്നെ BNP എലിവേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഇമ്പോർട്ടന്റ് പ്രൊഗ്നോസ്റ്റിക് മാർക്കർ ആണ്. ചെസ്റ്റ് എക്സ്റേ നോക്കുമ്പോഴത്തേക്കും കേർലി ബി ലൈൻസും കൂടെ നോക്കുക. അത് ഇന്റർസ്റ്റീഷ്യൽ എഡിമ ഉണ്ടാവുമ്പോഴത്തേക്കുമാണ് എന്താണ് ഒരു കോസ്റ്റോഫ്രെനിക് ആംഗിൾസിൽ ഹൊറിസോണ്ടൽ ലൈൻസ് കാണിക്കുന്നത്. അതിനെ കേർലി ബി ലൈൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഹാർട്ട് ഫെയിലിയർ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പഠിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയുണ്ട് ഇനി ചർച്ചയിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. ഒരു 5 മിനിറ്റ് സമയമേ ഉള്ളൂ നമുക്ക്. ഐശ്വര്യ ഡോക്ടർ നാളെ ഇതുപോലെ ഒരു സൂപ്പർ ഫാസ്റ്റ് വീഡിയോയിലൂടെ വിടും അല്ലേ? അതോടെ കഴിയുമ്പോ നാളെ ഇതേ സമയമല്ലേ? നാളെ വൈകിട്ട് ഇതേ സമയത്ത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരു ഘട്ടം തീരും അല്ലേ? CVSന്റെ കുറച്ച് ടഫ് ആയിട്ടുള്ള പോർഷൻസ് കുറെ അതങ്ങ് തീരും, നാളെ കഴിയും. അപ്പോ അതാണ് പ്ലാൻ. നാളെ 6:30 എല്ലാവരും ഉണ്ടാകണം. ഇന്ന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൗട്ട്സ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇന്നലത്തെ പോലെ പറഞ്ഞാൽ മതി. BNP ഹലോ പറഞ്ഞോളൂ. BNP എന്താ ഇൻഡിക്കേറ്റ് ചെയ്ത്? BNP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഫെയിലിയറിന്റെ ഒരു കാണിക്കുന്ന പ്രൊഗ്നോസ്റ്റിക് മാർക്കർ ആണ്. അപ്പം അത് BNP എന്ന് പറഞ്ഞാൽ ബ്രെയിൻ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ് ആണ്. അതിന്റെ ലെവൽ എലിവേറ്റഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് ഹാർട്ട് ഫെയിലിയറിന്റെ കേസിൽ.
ഒന്നുകൂടെ മാഡം ബ്രെയിൻ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ്. അത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം അതിന്റെ ഫുൾ ഫോം. ബ്രെയിൻ നാട്രിയൂററ്റിക് പെപ്റ്റൈഡ്. അത് എലിവേറ്റഡ് ആയിട്ടായിരിക്കും കാണുന്നത്. അത് എന്തുകൊണ്ടാണ് എലിവേറ്റഡ് ആവുന്നതെന്ന് ഞാൻ നോക്കിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസിൽ ഇങ്ങനെ BNP എലിവേറ്റഡ്, അത് ഇമ്പോർട്ടന്റ് പ്രൊഗ്നോസ്റ്റിക് മാർക്കർ ആയിട്ട് എഴുതിയതേ ഉള്ളൂ. അത് ഹോർമോൺ ആണോ BNP? അതൊരു ഹോർമോൺ ആണ്. അത് നമ്മള് ANP BNP എന്നൊക്കെ പറയുന്ന ഒരു ഹോർമോൺ ആണ്. അതിനെ കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഗ്രൂപ്പിലേക്ക് പറഞ്ഞോളൂ. BNP, ഹലോ. പറഞ്ഞോ. സർ, BNP നമ്മുടെ ലെവൽ ഓഫ് ഹാർട്ട് മസിലിന്റെ സ്ട്രെച്ചിങ്ങിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ട് മസിൽ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നു അത്രത്തോളം കൂടുതലായിട്ട് ആ ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പം അതാണ് പ്രോഗ്നോസിസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പം അത്രത്തോളം BNP ഹൈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹാർട്ട് ഫെയിലിയറിലെ ലെവൽ കൂടുതലാണ്. മസിൽ അത്രയും സ്ട്രെയിൻഡ് ആയി എന്നുള്ളതാണ്. ഹാർട്ട് മസിൽ സ്ട്രെയിൻഡ് ആകുമ്പോൾ ഉള്ള ഹോർമോൺ ആണ്. സ്റ്റിമുലൈ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ മസിൽ സ്ട്രെച്ച് ചെയ്യുന്നതാണ് അതിന്റെ സ്റ്റിമുലസ്. അത് എത്രത്തോളം സ്ട്രെച്ച് ആവുന്നു അത്രത്തോളം BNP റിലീസ് ആവുകയും ചെയ്യും. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. അല്ലെങ്കിൽ നാളെ 6:30-ക്ക്, നാളെ സൺഡേ നമ്മൾ രാവിലെ ക്ലാസ്സുകളൊന്നും വെച്ചിട്ടില്ല. പ്രത്യേകിച്ച് മറ്റ് പല ഗ്രൂപ്പുകളിലും IHK, IHMA, BHF എല്ലാം നാളെ ഫിസിക്കൽ ക്ലാസ്സുകൾ ഉള്ളതായിട്ട് അറിഞ്ഞു. അതുകൂടെ കൊണ്ട് തന്നെ നമ്മൾ നാളെ ക്ലാസ്സുകളൊന്നും വേണ്ടെന്ന് വെച്ചത്. അപ്പൊ നാളെ 6:30 തൊട്ട് 7:45, 8 മണി വരെയുള്ള നമ്മുടെ ഈ സെഷനായിരിക്കും നാളെ ഉണ്ടാവുക. നാളെ കൊണ്ട് ഡോക്ടർ നിർത്തുകയാണോ ഐശ്വര്യ ഡോക്ടർ? അല്ല സാർ, ഒരു 2-3 സെഷനെങ്കിലും വേണം. അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ കൂട്ടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടോ അതോ ഒരു ബ്രേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചതാ. ഇടയ്ക്ക് ഒരു ബ്രേക്ക്, ഒരു 4 ക്ലാസ്സിനുള്ളത് ഇപ്പൊ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതാണ്. തിങ്കളാഴ്ച തൊട്ട് ആമിന ഡോക്ടറും ബാക്കി നമ്മളെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സിൽ ഒരു ക്ലാസ് കൂടെ ഉണ്ട് ആമിന ഡോക്ടർക്ക്. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻസും ആമിന ഡോക്ടർ ഉണ്ടാകും. ചൊവ്വാഴ്ച തൊട്ട് നമുക്ക് ഫാർമസി സ്റ്റാർട്ട് ചെയ്യണം. അത് ഉച്ചയ്ക്കായിരിക്കും. 2 to 4 ടൈമിലാണ് ഫാർമസി ഉണ്ടാകുക. അപ്പൊ എന്തായാലും കൂടുതൽ ക്ലാസ്സുകൾ വരുന്നുണ്ട്. സമയം കൂടുതൽ ടൈറ്റായി വരുന്നുണ്ട്. എല്ലാവരും സജീവമായിട്ട് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പോർഷൻസ് കവർ ചെയ്ത് പോവുക. ഓക്കെ. അപ്പോൾ 8:30-9 മണി ആകുമ്പോഴത്തേക്ക് നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ MCQ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ബാബുരാജ് ഡോക്ടറെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്.